ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവൃച്ഛാമി തം ധർമ്മസമൂഢചേതക ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്യേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഗീതയിൽ 10-ാം അധ്യായം വിഭൂതി യോഗമാണ്. നമ്മൾ 20 ശ്ലോകങ്ങൾ വരെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ആദ്യമത്യാന്തങ്ങൾ ഉൽപ്പത്തി സ്ഥിതിലയങ്ങൾ സൂചിപ്പിക്കുന്നു. സർവപാണികളുടെയും അന്തരാത്മാവ് അഥവാ ജീവാത്മാവായി ഇരിക്കുന്നത് പരമാത്മാവ് തന്നെ എന്നും സകലത്തിൻ്റെയും ഉൽപ്പത്തി സ്ഥിതിലയങ്ങൾക്ക് കാരണം അതുതന്നെയാണെന്നും ഇവിടെ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. ഇനി ഓരോന്നാനായിട്ട് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചജാനേന്ദ്രിയങ്ങളെ കൊണ്ട് തിരിച്ചറിയാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇനി പ്രധാനമായിട്ട് എവിടേക്കാണ് ഈശ്വരൻ്റെ സർവ്വവ്യാപിത്വം എന്ന് ഭഗവാൻ തന്നെ പറയുന്നതാണ്. അപ്പം ആ ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വിഭൂതികളിലൂടെ നമ്മൾ സാക്ഷാത്കരിക്കണം എന്നർത്ഥം. പ്രത്യക്ഷത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആദിത്യാൻ അഹം വിഷ്ണു ജ്യോതിഷാം രവി രംശുമാൻ മരീചിർ മരുതാസ്മി നക്ഷത്രാണാഹം ശശി. ആദിത്യാനാം അഹം വിഷ്ണു, ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാകുന്നു. ജ്യോതിഷാം അംശുമാൻ രവി, പ്രകാശമുള്ളവിൽ രശ്മികളോട് കൂടിയ സൂര്യൻ ഞാനാകുന്നു. മരുതാം മരീചി അസ്മി, മരുത്തുക്കളിൽ മരീചി മരുഭൂമി ഞാൻ തന്നെയാകുന്നു. നക്ഷത്രാണാം ശശി അഹം, നക്ഷത്രങ്ങളിൽ ചന്ദ്രനും ഞാൻ തന്നെയാണ്. ദ്വാദശാദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാകുന്നു. ജ്യോതിർഗോളങ്ങളിൽ വളരെ രശ്മികളോട് കൂടിയ സൂര്യനും ഞാനാകുന്നു. സപ്തമരത്തുക്കളിൽ മരീചിയും നക്ഷത്രങ്ങളിൽ രാത്രി പ്രകാശിക്കുന്നവയിൽ ചന്ദ്രനും ഞാൻ തന്നെയാകുന്നു. ഇതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. അതൊക്കെ ഈശ്വരൻ്റെ വിഭൂതിയാണ് എന്ന് പ്രത്യക്ഷത്തിൽ കണ്ട് മനസ്സിലാക്കിക്കൊള്ളാം. ആ കണ്ട് അത്തരത്തിൽ മനസ്സിലാക്കുന്നത് ആണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഭഗവാൻ പറയുന്നതൊക്കെ അമൃതവാണികളാണ്. അപ്പോൾ ഇത് ശാശ്വതമായ സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ സൂര്യൻ ചന്ദ്രൻ എന്ന് പറയുന്നത് ഭഗവാന്റെ കണ്ണുകളാണെന്നൊക്കെ അടുത്ത അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാനെ വിശ്വരൂപമായി കണ്ടാൽ അതിലെ 2 കണ്ണുകളാണ്, ഒന്ന് സൂര്യനും ചന്ദ്രനും. ഇപ്പോൾ 12 ആദിത്യന്മാരിൽ വിഷ്ണു എന്നൊരു നാമമുണ്ട്. അത് ഭഗവാൻ തന്നെയാകുന്നു. കൂടുതൽ രശ്മികളോടുകൂടിയ സൂര്യൻ ഭഗവാൻ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്നതാണ്, ഓരോ ദിവസവും കാണാവുന്ന കാര്യങ്ങളാണ്. സപ്തമരത്തുക്കൾ മരീചിയും നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ ഞാനാകുന്നു. വേദാനാം സാമവേദോ അസ്മി, ദേവാനാം അസ്മി വാസവ, ഇന്ദ്രിയാണാം മനസ്സാസ്മി, ഭൂതാനാം അസ്മി ചേതന. വേദാനാം സാമവേദോ അസ്മി, വേദങ്ങളിൽ സാമവേദം ഞാൻ തന്നെയാകുന്നു. ദേവാനാം വാസവ അസ്മി, ദേവന്മാരിൽ ഇന്ദ്രൻ ഞാനാകുന്നു. ഇന്ദ്രിയാണാം മനസ്സാസ്മി, ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഞാനാകുന്നു. ഭൂതാനാം ചേതന അസ്മി, ജീവികളിൽ ചേതന ഞാനാകുന്നു. ഇപ്പം 4 വേദങ്ങളിൽ സാമവേദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഭഗവാന്റെ വിഭൂതിയാണെന്ന് പറയുന്നുണ്ട്. ഈ സാമവേദത്തിൻ്റെ പ്രഭാവമാണ് ഈ പ്രാപഞ്ചികമായ ഭാവരാഗതാളങ്ങൾ. അത് ഭഗവാന്റെ നേരിട്ടുള്ള വിഭൂതിയാണ്. അതിൽ നിന്നാണ് ഭാരതം എന്ന പേര് തന്നെ ഉണ്ടായത്. പ്രാപഞ്ചികമായ അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമാകുമ്പോഴാണ് സൃഷ്ടിയുടെ വ്യവഹാരം തുടങ്ങുന്നത്. ആ സൃഷ്ടിയുടെ വ്യവഹാരത്തിൽ പെട്ടതെല്ലാം അനുനിമിഷം ചലിച്ചുകൊണ്ടിരിക്കും. ആ ചലിക്കുന്നതൊക്കെ പ്രാപഞ്ചികമായ ഭാവരാഗങ്ങൾക്ക് അടിസ്ഥാനമായിക്കൊണ്ടാണ്. ആ അടിസ്ഥാന നിയമം
ഇല്ലെങ്കിൽ ഭാവവും രാഗവും താളവും ഒക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സാമവേദത്തിൽ അധിഷ്ഠിതമാണെന്നർത്ഥം. അതായത് ഒരില അനങ്ങണമെങ്കിൽ പോലും അതിന് പ്രാപഞ്ചികമായ ഭാവരാഗതാളങ്ങളുണ്ടെന്നർത്ഥം. അത് സംഭവിക്കുന്നത് അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മാകുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വൈഭവം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വേദങ്ങളിൽ സാമവേദം, 4 വേദങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വേദം സാമവേദമാണ്. അപ്പോൾ ഈ 4 വേദങ്ങളും എന്ന് പറഞ്ഞാൽ തന്നെ ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി യജുർവേദ മന്ത്രങ്ങളെ കൊണ്ട് യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇതാണ് കർമ്മത്തിൻ്റെ വിധി. ആ യജ്ഞകർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ 9-ാം അധ്യായത്തിൽ കണ്ടു. യത് കരോഷി യസ്നാശി യജ്ജുഘോഷി ദദാസി തപസ്യസി കൗന്ദേയ തൽക്കുരുശ്രമതർപ്പണം. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തനിക്ക് വേണ്ടി സ്വാർത്ഥ താല്പര്യത്തിൽ അല്ലെങ്കിൽ അതെല്ലാം യജ്ഞകർമ്മമാണ്. അത് യജുർവേദത്തിൽ അധിഷ്ഠിതമാണ്. കർമ്മങ്ങളെല്ലാം യജുർവേദത്തിൽ അധിഷ്ഠിതമാണ്. ആ യജുർവേദ പ്രകാരം യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ അതിനുള്ള ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്തണം. അതിനുള്ള മന്ത്രങ്ങളൊക്കെ ഋഗ്വേദത്തിലുണ്ട്. ആ ഋഗ്വേദ മന്ത്രങ്ങളിൽ പെട്ടതാണ് ഗായത്രി മന്ത്രം. അപ്പോൾ ഗായത്രി മന്ത്രം ഉപാസിച്ചാൽ തന്നെ തൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്താൻ സാധിക്കും. അത്ര ശക്തമാണ് ഗായത്രി മന്ത്രം. നമ്മുടെ ശരീരം 24 ഘടകങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതിൽ പ്രാപഞ്ചിക ശക്തിയിൽ അപരാശക്തിയാകുന്ന ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി, ഈ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളായിട്ട് 24 ഘടകങ്ങളാണ് ശരീരത്തെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 24 ഗായത്രി മന്ത്രത്തിലെ 24 അക്ഷരങ്ങളും പ്രതിനിധീകരിക്കുന്നത് ഈ പ്രാപഞ്ചിക ഘടകങ്ങളെയാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണരോട് ഗായത്രി ഉപാസിക്കാൻ പറയുന്നത്. അത് ദീക്ഷ എടുക്കാനോ ഇല്ല, ആ മന്ത്രോപദേശത്തിന് ആളെ തേടി നടക്കുകയൊന്നും വേണ്ട. ഒരു ബ്രാഹ്മണൻ്റെ അച്ഛൻ തന്നെയാണ് ഉപനയനം നടത്തുന്ന സമയത്ത് ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ഗായത്രി മന്ത്രം ഉപദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഗുരുവിനെ തേടി നടക്കണ്ട. തൻ്റെ പരമ്പരയിൽ തന്നെ തൻ്റെ പിതാവിൽ നിന്നാണ് ആ മന്ത്രം സ്വീകരിക്കുക. അത് പിന്നെ എത്രണ്ട് ഉപാസിക്കുന്നുവോ അത്രയധികം 24 ഘടകങ്ങളുടെ ശക്തി ആ മനുഷ്യ ശരീരത്തിൽ ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങും. അതൊരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്മബോധത്തിലേക്ക് എത്തും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഋഗ്വേദ മന്ത്രങ്ങൾ ജപിച്ചാൽ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കപ്പെടും, മനസ്സേകാഗ്രമാകും, ബുദ്ധി ഉറയ്ക്കും, ചിത്തശക്തി ഉണർത്തപ്പെടും. ഈ ആത്മബോധത്തെ ഉണർത്തിയിട്ട് ആത്മബോധത്തോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് പ്രാപഞ്ചിക ഭാവരാഗ താളങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അവിടെ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പം അത് സാമവേദത്തിൽ അധിഷ്ഠിതമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് സാമവേദം പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അത് ഉപദേശം കൊടുത്തിട്ടുമില്ല. സെലക്റ്റഡ് ബ്രാഹ്മണർക്കേ സാമവേദികളായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ആ സാമവേദാധികാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, കേരളത്തിൽ പോലും എല്ലാവർക്കും ഒന്നുമില്ല. പക്ഷേ ഋഗ്വേദ മന്ത്രങ്ങൾ, യജുർവേദ മന്ത്രങ്ങൾ ആർക്ക് വേണേലും പഠിക്കാം. സാമവേദം അങ്ങനെ അത് പരമ്പര തന്നെ കുറവാണ്. കേരളത്തിൽ എണ്ണപ്പെട്ട കുടുംബങ്ങളേ ഉള്ളൂ ഇപ്പം. അപ്പോൾ പ്രാപഞ്ചികമായിട്ടുള്ള, അതായത് ഓരോ ചലനത്തിനും ഭാവരാഗ താളങ്ങളുണ്ടെന്നർത്ഥം. അതൊരു സിസ്റ്റമാണ്. ഈശ്വരൻ അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മത്തെ ചലനാത്മകമാക്കുമ്പം അത് കൽപ്പാന്തകാലം അവസാനിക്കുന്നത് വരെ ഒരു പ്രോസസ്സാണ് സൃഷ്ടിയുടെ വ്യവഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ നടക്കുന്ന നമ്മുടെ തന്നെ ശരീരത്തിൽ നടക്കുന്ന ഹൃദയം വെടിപ്പായിക്കോട്ടെ, ബ്ലഡ് സർക്കുലേഷൻ ആയിക്കോട്ടെ, ശ്വാസഗതി ആയിക്കോട്ടെ, നമ്മുടെ ശരീരം കൊണ്ട് ചലിക്കുന്നതായിക്കോട്ടെ, നടക്കുന്നതായിക്കോട്ടെ, എല്ലാത്തിനും ഒരു ഭാവരാഗ താളങ്ങളുണ്ട്.
അത് പ്രകൃത്യാ ഉണ്ടാകുന്നതിനെയാണ്. പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് തന്നെ ചലിക്കുമ്പം അതിനൊരു ഭാവരാഗതാളമുണ്ട്. അത് സാമഭേദത്തിൽ അധിഷ്ഠിതമാണ്. ആ സാമഭേദം ഭഗവാൻ തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി മനസ്സാരാ? ഇന്ദ്രിയങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായ ഇന്ദ്രിയം എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ്. മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ്. മനസ്സാണ് നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നതും തിന്മയിലേക്ക് നയിക്കുന്നതും വ്യത്യസ്തമായ ഭാവങ്ങൾ പ്രകടമാകുന്നതും അനുഭവങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതും ഒക്കെ മനസ്സാണ്. മനസ്സാണെങ്കിൽ ഒരിടത്ത് അടങ്ങിയിരിക്കൂല്ല താനും. മനസ്സിന് മരണമില്ല താനും. ഇതേ മനസ്സ് തന്നെ അടുത്ത ജന്മത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. കാരണം മനസ്സും അന്ധക്കരണം എന്ന് പറയുന്നത് മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചേർന്നിട്ടാണ്. അഹംബോധം എന്ന് പറയുന്നത് ജീവാത്മാവിൻ്റെ ഭാവമാണ്. ആത്മാവിൻ്റെ ഭാവത്തെയാണ് അഹംബോധം എന്ന് പറയുന്നത്. അത് അഹങ്കാരമായിട്ട് വരും. അപ്പോ ഈ മൂന്ന് ശക്തികളിൽ ബുദ്ധിയെ ഉറപ്പിക്കാനും ആത്മശക്തിയെ ഉണർത്താനും കാരകനായിട്ട് പ്രവർത്തിക്കുന്നത് മനസ്സാണ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയും. 6ാം ഇന്ദ്രിയമാണ് മനസ്സ്. 5 ഇന്ദ്രിയങ്ങളെ മാനേജ് ചെയ്യുന്നത് 6ാം ഇന്ദ്രിയമാണ്. ആ 6ാം ഇന്ദ്രിയം ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. അപ്പൊ ഈ മനസ്സിന് ഉടമയാണെങ്കിൽ ഈശ്വരൻ നമ്മളിൽ പ്രവർത്തിക്കുന്നില്ലേ? അനുനിമിഷം നമ്മൾ ഉറക്കത്തിൽ ഒരു സ്വപ്നം പോലും കാണുന്നത് മനസ്സുണർന്നിരിക്കുമ്പോഴാണ്. ശരീരം ഉറങ്ങിയിരുന്നാലും മനസ്സുണർന്നിരിക്കുമ്പോഴാണ് സ്വപ്നം പോലും കാണുന്നത്. അപ്പോൾ അവിടെ എവിടെയൊക്കെ ഏതൊക്കെ ഘട്ടങ്ങളിൽ ജനിച്ചാൽ മരണം വരെ മനസ്സ്, നിങ്ങൾക്ക് ശരീരത്തിന് കോമയിലേക്ക് പോകുന്നത് വരെ മനസ്സ് പ്രവർത്തിക്കും. കോമയിലേക്ക് പോയാൽ ബോധമില്ലാതെയാണ് പോകുന്നത്. അപ്പം ബോധത്തിൻ്റെ അംശമുണ്ടെങ്കിൽ മനസ്സാണ് അവിടെ നമ്മളെ നയിക്കുക, സാരഥിയായിട്ട് നിൽക്കുക. സാരഥിയിൽ കടിഞ്ഞാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് മനസ്സാണെന്നർത്ഥം. ആ മനസ്സാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നന്മയ്ക്കും തിന്മയ്ക്കും ഒക്കെ കാരകൻ മനസ്സാണ്. നിങ്ങൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഈശ്വര സാക്ഷാത്കാരം സാധിക്കാതിരിക്കുന്നതും സാധിക്കുന്നതും മനസ്സുകൊണ്ടാണ്. ഒരേ കർമ്മം ഒരു വ്യക്തി ചെയ്താൽ നന്മയിലേക്കും അതേ കർമ്മം മറ്റൊരു വ്യക്തി ചെയ്താൽ തിന്മയിലേക്കും പോകും. ഈ രണ്ടിനും കാരണം മനസ്സാ. മനസ്സ് ആത്മാവിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള പ്രത്യക്ഷ രൂപമാണ്, സ്ഥൂല രൂപമാണ് മനസ്സ് ഈശ്വരൻ്റെ. നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ള ആ ആത്മബോധത്തിൻ്റെ പ്രതീകാത്മകമായ പ്രത്യക്ഷ രൂപമാണ്. രൂപം പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും നമ്മളെ അനുഭവിപ്പിക്കുന്നത്, കാണുന്നതോ കേൾക്കുന്നതോ സ്വാദറിയുന്നതോ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുന്നോ അത് നമ്മളെ അറിയിച്ചു തരുന്നത് ജോലി മനസ്സാണ്. ശരീരത്തിനൊരു വേദന ഉണ്ടായാൽ പോലും വേദന അനുഭവിക്കുന്നത് മനസ്സിലൂടെയാണെന്നർത്ഥം. അപ്പം അത് സിക്സ്ത് സെൻസാണ്. 6ാം ഇന്ദ്രിയം തുറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഏകാഗ്രമായി എന്നർത്ഥം. മനസ്സ് ഏകാഗ്രമായില്ലേ ശരിക്കും ബുദ്ധി ഉറയ്ക്കും. മേധാബുദ്ധി പ്രവർത്തിക്കണമെങ്കിൽ മനസ്സുറയ്ക്കണം. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഞാനാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സുണ്ടോ എങ്കിൽ നമുക്കും ഈശ്വരനും ഉണ്ട്. ഈശ്വരൻ എവിടെയാന്ന് തേടിയെന്ന് അന്വേഷിക്കേണ്ട. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനാണ്. പക്ഷെ ആത്മബോധം ഉണർന്നു കഴിഞ്ഞാൽ, ആത്മബോധം ശരിക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സിൻ്റെ ഒന്നും ആവശ്യകതയില്ല. അത് പരയാവും. പിന്നെ ഈ ശരീരത്തിൻ്റെ മീഡിയേറ്ററായിട്ട്, അതായത് ശരീരത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും സിക്സ്ത് സെൻസ് ആകുന്ന മനസ്സുമാണ്. എപ്പോൾ നിങ്ങൾക്ക് ആത്മബോധം ഒരു നിമിഷത്തേക്ക് ക്ലിക്കായാൽ പിന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും പരയായി മാറും. പരയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്യമായി മാറും. അതിൻ്റെ ആവശ്യകതയില്ല. അപ്പം ശരീരബോധം ഇല്ലാതെയാവും. അപ്പം യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിൽ കിട്ടിയിട്ടുള്ള പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി, മനസ്സിനെ എങ്ങനെയാ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഏകാഗ്രമാക്കുക? അതിനാണ് അഷ്ടാംഗയോഗത്തിൽ പ്രത്യാഹാരം പറയുന്നത്. കണ്ണിനെ കാഴ്ചകളിൽ നിന്നും
ചെവിയെ കേൾവികളിൽ നിന്നും, മൂക്കിനെ ഗന്ധത്തിൽ നിന്നും, നാക്കിനെ സ്വാദിൽ നിന്നും, ത്വക്കിനെ സ്പർശനത്തിൽ നിന്നും പിൻവലിച്ചാൽ അവിടെ മനസ്സ് ആണ് പിന്നെ പ്രവർത്തിക്കുക. മനസ്സ് ഏകാഗ്രമാകും. മനസ്സ് ഏകാഗ്രമാകുന്നാൽ മാത്രമേ അവിടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കൂ. അവിടെയാണ് ബുദ്ധി ഉറക്കുക എന്ന് പറയുന്നത്. ബുദ്ധി ഉറച്ചാൽ ആ ബുദ്ധിയുടെ ഉറപ്പിലാണ് ജീവശക്തി ആക്ടിവേറ്റ് ചെയ്യുക. അതായത് ആത്മാവ് ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ മനസ്സ് ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിക്കണം. അപ്പോഴേ നമുക്ക് ആത്മാവുണ്ടെന്നുള്ള ബോധം തന്നെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ശരീരത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നിൽക്കുക. ശരീരത്തിൽ തന്നെയുള്ള ഈ അന്ധക്കരണത്തെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സും ബുദ്ധിയും അഹങ്കാരവും ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അടുത്ത സ്റ്റെപ്പിൽ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മനസ്സ് ഏകാഗ്രമാകൂ. ഇല്ലെങ്കിൽ മനസ്സ് ചാടിക്കളിക്കും. മനസ്സൊരിടത്ത് ഉറക്കാതിരുന്നാൽ നിങ്ങൾ ആദി ദൈവിക ദുഃഖത്തിന് കാരകനായിട്ട് ഭവിക്കും. മനസ്സ് ഉറക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആദി ദൈവിക ദുഃഖം ഉണ്ടെന്നർത്ഥം. സ്റ്റെബിലിറ്റി ഇല്ലാതെ വരും എത്രയായാലും. ചിലരെത്ര ജപിച്ചാലും മനസ്സ് ഏകാഗ്രമാവില്ല എന്ന് പറയും. അവിടെ കർമ്മം, പൂർവജന്മാർജിതമായ കർമ്മബന്ധനങ്ങളുടെ തിക്കും തിരക്കുമാണ് ഈ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സമ്മതിക്കാതിരിക്കുന്നത്. അപ്പോൾ ആ കർമ്മങ്ങൾ എന്തെന്ന് കണ്ടെത്തി അത് പൂർത്തീകരിക്കണം. കർമ്മം ചെയ്യുന്നത് എന്തിനാ? കർമ്മശുദ്ധി വരാനാ. അല്ലാതെ കർമ്മത്തിൽ കുടുങ്ങിപ്പോകരുത്. എത്ര കാലം നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നോ അന്ന് വരെ ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. എല്ലാ കർമ്മങ്ങൾക്കും ദോഷമുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തില്ല. ഏത് കർമ്മവും ചെയ്തുകൊണ്ടേയിരുന്നാൽ, റെപ്പിറ്റേഷനിൽ ചെയ്തുകൊണ്ടിരുന്നാൽ, ഈശ്വര കാര്യങ്ങൾ പോലും റെപ്പിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. ഇന്ന് വരെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു അന്ന് വരെ ഈശ്വര സാക്ഷാത്കാരം സാധിക്കില്ല. എന്തിനാണ് കർമ്മം ചെയ്യുന്നത്? കർമ്മത്തിൽ ശുദ്ധി വരാൻ, കർമ്മബന്ധനങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യണേ. അതിനെന്താ എളുപ്പമാർഗം? ഫലിച്ചില്ലാതെ കർമ്മം ചെയ്താൽ മതി. പിന്നെ ചെയ്യുന്നതൊക്കെ ഒക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ഫലിച്ചില്ലാതെ ചെയ്യുക. എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും പ്രത്യക്ഷവും പരോക്ഷവുമായിട്ട് അത് പരോപകാരാർത്ഥമായിരിക്കണം. ഏതെങ്കിലും തരത്തിൽ ഒരു പ്രാണിക്കെങ്കിലും അത് പ്രയോജനപ്പെടുന്ന വിധത്തിലായിരിക്കണം നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പൂർവ്വജന്മത്തിൽ ഏറ്റവും മഹാഭാവിയായിരുന്നാലും വേണ്ടില്ല, പൂർവ്വജന്മത്തിലായിരുന്നാലും വേണ്ടില്ല, അവൻ്റെ കർമ്മം മുഴുവൻ ഓട്ടോമാറ്റിക്കായിട്ട് ശുദ്ധീകരിക്കപ്പെടും. അതിന് വേണ്ടിയിട്ട് ബലം പിടിച്ച് ഏത് കർമ്മ ശുദ്ധീകരിക്കേണ്ട ഇനി എന്തതാ എന്നൊരു ലിസ്റ്റിട്ട് നിങ്ങൾ നോക്കൊന്നും വേണ്ട. ഓട്ടോമാറ്റിക് സർവകർമാൻ പരിത്യജ എന്നുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കും. അങ്ങനെ കർമ്മ ചെയ്യുകയാണെങ്കിൽ അതിലെന്തെങ്കിലും പിഴവ് വന്നാൽ പോലും ഭഗവാൻ അത് മാപ്പാക്കും. ഈശ്വരൻ്റെ നിശ്ചയം അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് ദേഹബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുവരാം. ശ്രദ്ധ ചിലപ്പോൾ 100% ആയിരിക്കില്ല, എവിടെയെങ്കിലും ശ്രദ്ധ പറയാം. എങ്ങനെയെങ്കിലും അതിൽ ന്യൂനതകൾ ഉണ്ടായാലും വേണ്ടില്ല. അഹംത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ സുജാന്ന് ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ യാതൊരു വ്യാകുലതയും വേണ്ട. നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഈശ്വരാർപ്പണമായിട്ടാണ് എങ്കിൽ എന്ത് ജോലി ചെയ്താലും വേണ്ടില്ല, ഏത് പ്രവൃത്തി ചെയ്താലും വേണ്ടില്ല, അടുക്കളയിൽ പോയിട്ട് ചെയ്താലും വേണ്ട, തുണി നനച്ചാലും വേണ്ടില്ല, അടിച്ചു വാരാലും വേണ്ടില്ല, ഇറച്ചി വെട്ടിയാലും വേണ്ടില്ല, എന്ത് ചെയ്താലും വേണ്ടില്ല, അതൊക്കെ ഈശ്വരാർപ്പണം ആ ഭാവനയിൽ ചെയ്യണം. ആ ചെയ്യുന്നതൊക്കെ ആർക്കെങ്കിലും ഒരു പ്രാണിക്കെങ്കിലും പ്രയോജനപ്പെടുന്നതായാൽ അവിടെ കർമ്മശുദ്ധി. കർമ്മശുദ്ധി എപ്പോൾ വരുന്നോ അപ്പോൾ യഥാർത്ഥ ജ്ഞാനം ലഭിക്കും. നഹി ജ്ഞാനേന സദൃശം പവിത്രമഹവിദ്യതേ. എന്തുകൊണ്ട് അത് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരൊറ്റ കാര്യം, ദേവാനാം അസ്മി വേദാനാം സാമവേദോ. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണ്. ആ അറിവ് ഭഗവാൻ തന്നെയാണ്. അതിൽ ആ വേദങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് നൽകുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രകൃതിയുടെ ചലനങ്ങളെയാണ്.
അത് സാമവേദത്തിൽ അധിഷ്ഠിതമായത് കൊണ്ട് ആ സാമവേദത്തിൽ ആണ് നമ്മുടെ ചലനാത്മകമായ പ്രപഞ്ചത്തിൻ്റെ സിസ്റ്റം രഹസ്യമാക്കി പ്രവർത്തിപ്പിക്കുന്നത്. അതിനുദാഹരണം നിങ്ങൾ പുറത്ത് സൂര്യൻ ഉദിക്കുന്നു, കാറ്റടിക്കുന്നു, മഴ പെയ്യുന്നു, ഇതിനൊക്കെ ഒരു ഭാവരാഗ താളങ്ങളുണ്ട്. ഇതൊന്നും അന്വേഷിച്ച് പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ചലനങ്ങൾ ആരുടെ കൺട്രോളിലാ, എങ്ങനെ, എത്ര സിസ്റ്റമായിട്ടാണ് നടക്കണേ അല്ലേ? നമ്മുടെ ശ്വാസം വന്നു പോകുന്നതിന് പൾസ് ഓരോ ഞരമ്പിലും പിടിച്ചാൽ അറിയാം, പൾസ് അടിക്കുന്നത്, ഹൃദയം ഇടിക്കുന്നത് അറിയാം അല്ലേ? ഇതൊക്കെ എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് നടക്കണത്. നമ്മൾ ഈ ശരീരം കൊണ്ട് നടക്കുവാണെങ്കിൽ അതിനുള്ളല്ലോ ഒരു ഭാവരാഗ താളങ്ങളൊക്കെ. അത് സാമവേദത്തിൽ അധിഷ്ഠിതമാണ്. അത് ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ആ അറിവിൻ്റെ ആ സ്രോതസ് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ആ അറിവ് വെച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചം ചലിക്കുന്നത് എന്നർത്ഥം. ഇനി ദേവന്മാരിൽ ഇന്ദ്രൻ ഞാനാവുന്നു. ദേവന്മാരുടെ രാജാവായിരിക്കുന്ന ഈ ദേവേശ്വരൻ അല്ലെങ്കിൽ ദേവന്മാരുടെ അധിപതിയായിട്ടിരിക്കുന്ന ആ ദേവേന്ദ്രൻ ഭഗവാൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ദേവതയാണ് ഋഷികേശൻ എന്നർത്ഥം. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ദേവത ഭഗവാൻ തന്നെയാണ്. ആ ഇന്ദ്രിയങ്ങളുടെ, പഞ്ചേന്ദ്രിയങ്ങളുടെ പോലും കൺട്രോൾ ചെയ്യുന്ന ആറാമത്തെ ഇന്ദ്രിയമാണ് മനസ്സ്. ആ മനസ്സും ഞാനാണ്. ഇതാ ധ്യാനത്തിൽ തന്നെ പറയുന്നേ, ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ. ഒരുത്തനെ അസുരനാക്കുന്നതും ദേവനാക്കുന്നതും അവൻ്റെ മനസ്സാണെന്നർത്ഥം. അവൻ എന്താണോ നിരന്തരം ധ്യാനിക്കുന്നത് അത് വന്നു ഭവിക്കും. നിങ്ങളെപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, നെഗറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നെഗറ്റീവ് തന്നെ സംഭവിക്കും. എന്തിനാണ് പോസിറ്റീവായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിച്ചോ പിന്നെ സംഭവിക്കുന്നതൊക്കെ പോസിറ്റീവായിരിക്കും. സദാ തദ്ഭാവഭാവിതാക. നിങ്ങൾക്ക് എന്തെങ്കിലും ശകലം വയ്യായി ഉണ്ടെങ്കിൽ വയ്യ 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 വയ്യ, അയ്യോ എന്നെ കൊണ്ടൊന്നും വയ്യ, എനിക്ക് അടിക്കാൻ വയ്യ, എനിക്ക് നടക്കാൻ വയ്യ, എൻ്റെ കൈക്ക് വേദന, കാലിന് വേദന, ഏത് സമയം ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഒഴിവാകുന്ന പ്രശ്നമില്ല. ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ ഒരു കാര്യത്തെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ഇൻവോൾവ് ആയിട്ടാ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരത്തെ പോലും മറന്നിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ഈ വേദന എവിടെയാ? വേദനയൊക്കെ മറന്നിട്ട് പ്രവർത്തിക്കും. നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്നതും എൻ്റെ ശരീരബോധത്തെ വിട്ടിട്ടിരുന്ന് പറയുമ്പോഴേ എനിക്ക് ശരിക്കും ഇൻവോൾവ് ആയിട്ട് പറയാൻ സാധിക്കുള്ളൂ. എപ്പോഴെങ്കിലും ആ മായയിൽപ്പെട്ടിട്ട് ശരീരത്തിൻ്റെ സ്ഥിതിയിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാറില്ലേ, തിരുമേനി ഉറങ്ങിപ്പോയിന്ന്. ആ അവസ്ഥ ഏത് സമയത്തും ക്രിയേറ്റ് ആവും. ഒരു നിമിഷത്തേക്ക് ബ്ലാങ്കായി പോവും. അവിടെ ശരീരവും മനസ്സും സുഷുപ്തിയിലേക്ക് പോവാ ഒരു നിമിഷത്തേക്ക്. അതും ഒരു സുഖ. നിങ്ങൾക്ക് ഇരുന്നുറങ്ങുമ്പോൾ ഉറക്കം തൂങ്ങുമ്പോഴേ എന്നാൽ പോയി കിടന്നുറങ്ങേക്കാം, എന്നാൽ ഞാനിതൊക്കെ നിർത്തിയിട്ട് പോയി കിടന്നുറങ്ങാന്ന് വെച്ചാൽ അന്നേരം ഇതുപോലെ ഉറങ്ങാൻ പറ്റില്ല. ഇത് ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ വരുന്ന ഉറക്കമൊക്കെ എന്ന് പറയുന്നത്. നിങ്ങൾ ഇരുന്നുകൊണ്ട് ഉറക്കം തൂങ്ങുക, എന്നാൽ പോയി കിടക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട്, എന്നാൽ ഇനി കിടന്ന് കുറച്ച് നേരം ഉറങ്ങാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പോയി കിടന്നാൽ ഉറങ്ങില്ല. നിങ്ങൾ അതേസമയം ചിലപ്പം എല്ലാവരും കിടന്നു എന്നാൽ ഞാനും കിടന്നേക്കാന്ന് പറഞ്ഞു പോയി കിടന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് നേരം അതും ഇതൊക്കെ ചിന്തിച്ചിരുന്നാലും വേണ്ടില്ല, ഓട്ടോമാറ്റിക് ഉറക്കത്തേക്ക് പോകും. ഇതേപോലെയാണ് നമ്മൾ ഇരിക്കുമ്പോഴും ഏതെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ ഈ ഉറക്കം എന്തുകൊണ്ടാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നിങ്ങൾ ചായ കുടിക്കുകയോ ഭക്ഷണം അധികം കഴിക്കുകയോ അല്ലേ ഏത് സമയത്ത് ഭക്ഷണം കഴിച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉറപ്പാണ് വിത്തിൻ 1 hour നിങ്ങൾക്ക് ഒരു മയക്കം വരും. വെറുതെ ചായ കുടിച്ചാൽ മതി. എല്ലാത്തിനും ഉണ്ടോ ലഹരി, ഭക്ഷണം കഴിച്ചാൽ ഒരു മയക്കം വരും ഓട്ടോമാറ്റിക്. അതിനായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുകയൊന്നും വേണ്ട, അല്ലാതെ മയങ്ങും.
ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാലും മയങ്ങും. വൈകുന്നേരം ഭക്ഷണം കഴിക്കാതെ കിടന്നു നോക്കൂ, നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ഉറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് കഴിക്കാതെ കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല. അല്പം ഭക്ഷണം കഴിച്ചാലോ ചിലപ്പം വേഗം ഉറങ്ങും. അത് ശകലം എന്തുകൊണ്ടായി വൈകുന്നേരം എല്ലാവരും പാല് കുടിക്കണം എന്നൊക്കെ പറയണേ? ഉറങ്ങാൻ നല്ലതാ. പെട്ടെന്ന് മധുരം കൂട്ടി പാലോ പായസമോ എന്തെങ്കിലും കഴിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരും. അപ്പൊ ഇത് പ്രവർത്തിക്കുമ്പോൾ എന്താ കുഴപ്പം? മനസ്സ് പോലും മയങ്ങിപ്പോവുക. നമ്മൾ സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടാ? ജാഗ്രത എന്ന് പറഞ്ഞാൽ തന്നെ ശരീരവും മനസ്സും ഉണർന്നിരിക്കും. സ്വപ്നം കാണുന്നത് എങ്ങനെയാ? ശരീരം ഉറങ്ങിയിരിക്കും, മനസ്സുണർന്നിരിക്കും. ഈ ഉറക്കത്തിൽ മനസ്സെങ്ങനെയാ ഉണരുക? മനസ്സെപ്പോഴും നിൽക്കുന്നത് ബുദ്ധിയും ആത്മബോധത്തിലുമാണ്. അതായത് അന്ധകരണം എന്ന് പറയുന്നത് മനസ്സും ബുദ്ധി അഹങ്കാരമാണെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എവിടെ നിന്നായിരിക്കും? ഈ സ്വപ്നത്തിൻ്റെ ശകലങ്ങൾ വരുന്നത് ആത്മാവിൽ നിന്നാണ്. പഴയതെന്തോ, ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ, എന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ആ സ്വപ്നമായിട്ട് നിങ്ങൾക്ക് പൂർവജന്മ ബന്ധമുണ്ടാകും, യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. അത് ആ മനസ്സിലേക്ക് എത്തിച്ചു തരിക നമുക്ക്. ഇത് നിങ്ങൾക്ക് ജനകന്റെ കഥ വായിച്ചാൽ ശരിക്കും മനസ്സിലാവും. ജനകൻ ഒരു സ്വപ്നം കണ്ടിട്ട് അതിനെ വിശകലനം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിളംബരം ചെയ്തു. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രഹസ്യം മനസ്സിലാക്കി കൊടുക്കുന്നവർക്ക് സ്വർണം കെട്ടി 1000-ഓളം ഗോക്കളെ ദാനം നൽകാന്നൊക്കെ പറഞ്ഞിട്ട് വിളംബരം ചെയ്തു. ആ വിളംബരത്തിൻ്റെ ഭാഗമായിട്ടാണ് അഷ്ടാവക്രൻ ജനകന്റെ ഗുരുവായിട്ടൊക്കെ മാറുന്നത്. അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾ ഏത് കാലത്താണെങ്കിലും, ബാല്യകാലം തൊട്ട് ജീവിതകാലത്തിൽ ഏതെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, അത് ഭയപ്പെടുത്തുന്നതായിക്കോട്ടെ, ദുസ്വപ്നങ്ങളായിക്കോട്ടെ, സൽസ്വപ്നങ്ങളായിക്കോട്ടെ, വികാരവിചാരങ്ങൾക്ക് അടിമയാകുന്ന സ്വപ്നങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് ആ സ്വപ്നവുമായിട്ട് പൂർവജന്മ ബന്ധമുണ്ടായിരിക്കും. ഇല്ലാത്തതൊന്നും, എല്ലാം അറിവിൻ്റെയും നമ്മുടെ കർമ്മബന്ധനങ്ങളുടെയും അതിനുകൊണ്ടല്ലോ ഒരു അറിവുണ്ട്, സമ്പാദിച്ചു വച്ചിരിക്കുന്നതുണ്ട്. അതൊക്കെ ജീവാത്മാവിൽ ഡിപ്പെൻഡാണ്. അപ്പം നിങ്ങൾ ശരീരവും ഉറങ്ങിയിരുന്നാലും വേണ്ടില്ല, ഈ സ്വപ്നത്തിലൂടെ ആണെങ്കിൽ അത് നിങ്ങളെ ഓർപ്പിക്കുക ചെയ്യുക. സർവസ്യരാഗം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിച്ചാനമാപോഘനം ച വേദസ്യ സർവേ. അതായത് നിങ്ങൾക്ക് എവിടുന്ന ആ ഓർമ്മയും അറിവും മറവിയും ഉണ്ടാക്കുന്നത് എവിടുന്നാന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടുന്നാ? ഞാൻ തന്നെയാ ആത്മാവായിട്ട് എല്ലാ പ്രാണികളുടെയും ശരീരത്തിരുന്നുകൊണ്ട്, ആ ഹൃദയസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയും മറവിയും അറിവും പകർന്നു നൽകുന്നത് ഞാനാ. അപ്പം മറന്നു കിടക്കുന്നതിനെ മറന്നു പോയതും ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. ആ മറന്നതിലെ സ്വപ്നത്തിലൂടെ ആണെങ്കിലും ഓർപ്പിച്ചു തരുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പം അതിൽ നിന്നൊരറിവും കിട്ടും. നിങ്ങൾ രാവിലെ നിസ്സാര കാര്യങ്ങൾ പോലും, നിങ്ങൾ സുഷുപ്തി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ പോയാൽ നിങ്ങളുടെ ബ്രഷും പേസ്റ്റും ഒക്കെ എവിടെ വച്ചേക്കണേന്ന് ഓർമ്മ വേണ്ടേ? നിങ്ങൾ എവിടെ കിടക്കണേന്ന് ഓർമ്മ വേണം. ഇതൊക്കെ എവിടെ വച്ചേക്കണേന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേന്ന് ഓർമ്മ വേണം. ഇതൊക്കെ ബ്ലാങ്കായി പോയാലോ പിന്നെ നിങ്ങൾ കോമയിലായി, ബോധമില്ലാത്തവനായി പോയി എന്ന് പറയും, അല്ലേ? അപ്പം ഇതിനൊക്കെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന സാധനം മനസ്സാണ്. ആ മനസ്സ് ഭഗവാനാണെന്നാണ് പറഞ്ഞു. ഇന്ദ്രിയങ്ങളിൽ മനസ്സാണ്. എനിക്ക് ഈ പൂർവ്വജന്മത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടുന്നത് എവിടുന്നാ? എൻ്റെ ജീവാത്മാവിലൂടെ ബുദ്ധിയിലേക്കും, ബുദ്ധിയിൽ നിന്ന് മനസ്സിലേക്കും, മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്കും എത്തുമ്പോഴാണ് ആ ശബ്ദമായിട്ട് പുറത്തു വരിക. കർമ്മേന്ദ്രിയമാണല്ലോ വാക്കിന്ദ്രിയം എന്ന് പറയുന്നത്. വാക്ക് പുറപ്പെടുവിക്കുന്നതിൽ ഒരു ഇന്ദ്രിയമാണ് വാക്ക്. നമ്മുടെ സ്വനപേടകത്തിൽ ഒരു കർമ്മേന്ദ്രിയാണ് സ്വനപേടകം. അപ്പൊ എല്ലാത്തിൻ്റെയും ഒരു അധിഷ്ഠാനം ഭൂതാനാസ്മി ചേതന എന്ന് പറഞ്ഞാൽ എന്താ?
ഭൂതാനാം ചേതനാസ്മി എന്ന് പറഞ്ഞാൽ ജീവികളിൽ ചേതന എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓർമ്മ ഉണ്ടാക്കുന്നത് എന്തോ അത് ആത്മാവാണ്. ആത്മാവിൻ്റെ ചൈതന്യത്തിൻ്റെ പ്രഭാസം കൊണ്ടാണ് നിങ്ങൾക്ക് ഓർമ്മയും മറവിയും അറിവും കിട്ടിയാൽ കിട്ടിയെന്ന് തോന്നുക. വേദങ്ങളിൽ സാമഭേദവും ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങളിൽ മനസ്സും ജീവികളിൽ ചേതനയും ഞാൻ എന്നുള്ള ബോധം ഉണ്ടാക്കുന്നതാണ് ചേതന എന്ന് പറയുന്നത്. എൻ്റെ എന്നുള്ള ബോധം ഉണ്ടാക്കുന്നതിനെ മന്ത്രങ്ങളുടെ സംഗീതാത്മകവും തത്വമസി എന്ന മഹാവാക്യം ഉൾക്കൊള്ളുന്നതും ചാന്ദിക്യോ ഉപനിഷത്ത് സാമവേദ അന്തർഗതമാണെന്നും സാമവേദത്തിൻ്റെ വിശേഷ പ്രാധാന്യം ചേതന കാര്യ കാരണ സംഘാതത്തിൽ അഭിവ്യക്തമാകുന്ന ബുദ്ധിയുടെ വൃത്തി എന്ന് ശങ്കരാചാര്യർ ഭാഷ്യം ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ലളിതമായിട്ട് ഞാൻ പറയാണ്. സാമവേദത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ ഭാവരാഗതാളങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ശ്വാസഗതി ആയിക്കോട്ടെ, നമ്മുടെ ചലനങ്ങളായിക്കോട്ടെ, പൾസ് അടിക്കുന്നതായിക്കോട്ടെ, ഹൃദയമിടിക്കുന്നതായിക്കോട്ടെ, നമ്മൾ നടക്കുന്നതായിക്കോട്ടെ, മഴ പെയ്യുന്നതായിക്കോട്ടെ, കാറ്റ് വടിക്കുന്നതായിക്കോട്ടെ, വാട്ടെവർ ഇറ്റ്സ് ഈസ്, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും അതിന് പ്രാപഞ്ചികമായൊരു ഭാവരാഗ താളങ്ങളുണ്ട്. അതിനെയാണ് ഭാരതം എന്ന് വിളിച്ചത്. അത് കണ്ടെത്തിയ പ്രദേശത്തെ ഭാരതമെന്നും അത് കണ്ടെത്തിയ ആളെ ഭരതൻ എന്നും വിളിച്ചു. ഭരത സംഹിത എന്ന് പറഞ്ഞിട്ടൊരു സംഹിതയൊക്കെ ഉണ്ട്. ആര്യഭടൻ എന്നാണ് ഈ പ്രാപഞ്ചിക താളത്തെ പറ്റിയൊക്കെ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡീപ്പായിട്ട് പോകേണ്ട ഒരു വേദമാണ് സാമവേദം എന്നർത്ഥം. നമ്മുടെ എളുപ്പത്തിൽ പറഞ്ഞാൽ സംഗീതം ഏത് വാദ്യകലകളായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, സംഗീതാത്മകമായിട്ട് ഏത് ഭാഷയിൽ കൈകാര്യം ചെയ്യുന്നോ ആ സംഗീതം എന്ന് പറയുന്നത് സാമവേദത്തിൽ അധിഷ്ഠിതമാണ്. സാമവേദത്തിൽ നിന്നാണ് സംഗീതത്തിൻ്റെ ഉൽപ്പത്തി പോലും, സപ്തസ്വരങ്ങളുടെ ഉൽപ്പത്തി പോലും. അതിൽ നിന്ന് തന്നെയാണ് സപ്തവർണ്ണങ്ങളും. എന്തൊക്കെ പ്രത്യക്ഷമാകുന്നോ അതൊക്കെ അതിൽ നിന്നാണ് വന്നത്. രുദ്രാണാം ശങ്കരശാസ്മി വിദ്വേഷോ യക്ഷരക്ഷസാം വസൂനാം പാവകശാസ്മി മേരു ശിഖരണാമഹം. രുദ്രാണാം ശങ്കരശാസ്മി, രുദ്രന്മാരിൽ ശങ്കരൻ ഞാനാകുന്നു. യക്ഷരക്ഷസാം വിത്തേശ, യക്ഷരാക്ഷസന്മാരിൽ കുബേരൻ ഞാനാകുന്നു. വസൂനാൻ പാവകശാസ്മി, അഷ്ടവസ്തുക്കളിൽ അഗ്നി ഞാനാകുന്നു. പാവകൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. ശിഖരിണാം മേരു അഹം, പർവ്വതങ്ങളിൽ മേരു പർവ്വതം ഞാനാകുന്നു. രുദ്രന്മാരിൽ ശങ്കരനും യക്ഷരാക്ഷസന്മാരിൽ കുബേരനും വസ്തുക്കളിൽ അഗ്നിയും പർവ്വതങ്ങളിൽ മേരുവും ഞാനാകുന്നു. 11 രുദ്രന്മാരും 8 വസ്തുക്കളും ഉണ്ടെന്നാണ് പുരാണ സങ്കല്പം. ഈ 11 രുദ്രന്മാരുടെയും 8 വസ്തുക്കളുടെയൊക്കെ പേര് ഞാൻ ഗ്രൂപ്പിൽ എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെന്തൊക്കെയാണെന്ന് ആരും ചോദിച്ചേക്കരുത്. പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് പഠിച്ചോളുക, ഓർത്തിരിക്കുക. അഗ്നിയാണ് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശക്തി ആർജിച്ചതും എല്ലാത്തിനെയും ലയിപ്പിക്കാനുള്ള കഴിവും അഗ്നിക്കാണ്. അതുകൊണ്ട് അഗ്നി ഭഗവാൻ തന്നെയാണെന്ന്. അതുകൊണ്ട് അഗ്നി സാക്ഷി, വിളക്ക് വെച്ചിട്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയാൻ കാരണം അഗ്നി സാക്ഷിയാകുക എന്നുള്ളത്. പ്രതീകാത്മകമായിട്ട് ആ അഗ്നി വിളക്ക് കത്തുമ്പം ആ ദീപം ഈശ്വരൻ്റെ ശക്തിയാണ് സ്പന്ദിക്കുന്നത്. നമ്മുടെ ശരീരത്തെ ജീവൻ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അഗ്നിയുടെ നാളം സ്പന്ദിക്കുന്നത് പോലെയാണ്. നിരന്തരം ജനിച്ചാൽ മരണം വരെ ഈ സ്പന്ദനം നിൽക്കില്ല. അഗ്നിയുടെ നാളം, നമ്മൾ വിളക്ക് കൃത്യമായിട്ട് കടാവിളക്ക് സൂക്ഷിച്ചാൽ, അതിൻ്റെ കരിയൊക്കെ തട്ടി എണ്ണയും ഒഴിച്ചൊക്കെ സൂക്ഷിച്ചാൽ ഇതേപോലെ അതിന് നിമിഷം സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും അവസാനം വരെ. അത് കെടാതെ സൂക്ഷിക്കുന്നതിനെയാണ് അഗ്നിഹോത്രം എന്ന് പറയുന്നത്. യാഗമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ അഗ്നി സൂക്ഷിച്ച് തൻ്റെ മരണ സമയത്ത് അല്ലെങ്കിൽ മരണം കഴിഞ്ഞാൽ സംസ്കാരത്തിന് ഉപയോഗിക്കാൻ വരെ ഈ അഗ്നി വേണം ഉപയോഗിക്കാൻ എന്നാണ് ശാസ്ത്രം. അപ്പോൾ എല്ലാവരും അഗ്നിഹോത്രം ചെയ്യണം മനുഷ്യനായിട്ട് ജന്മം. കാരണം നമ്മുടെ ശരീരത്ത് ജീവൻ സ്പന്ദിച്ചു, ജീവൻ്റെ ചൈതന്യം
ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഗ്നിയുടെ പ്രതീകാത്മകമായിട്ട്. ഈശ്വരൻ തന്നെയാണ് അഗ്നി എന്നർത്ഥം. ആ ജീവൻ അഗ്നി സ്വരൂപേണ അത് സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതീകാത്മകമായിട്ട് ഒരു കടാവിളക്ക് സൂക്ഷിച്ചാൽ തന്നെ അത് അഗ്നിഹോത്രമായി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ. അല്ലാതെ ഹോമം ചെയ്യലോ എന്നൊക്കെ കലികാലത്തിന് അതിനൊന്നും പ്രാധാന്യമൊന്നുമില്ല. ഇന്നത് ഒന്നും സോമയാഗമില്ല, അതും ഇതൊക്കെ ചെയ്തവർ അഗ്നി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അവരൊന്നും സൂക്ഷിക്കാറില്ല. കാരണം നിത്യമായിട്ട് അത് നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ നിലനിർത്തേണ്ട ഈ 3 കുണ്ടങ്ങളിൽ 3 ഹോമകുണ്ടങ്ങളിൽ ദിവസവും അതിൻ്റേതായ ഹോമദ്രവ്യങ്ങളെ കൊണ്ട് ഹോമവും പൂജയൊക്കെ ചെയ്യണം. അത് അങ്ങനെയൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ. സമയാഗമൊക്കെ ചെയ്തിട്ട് വന്നാൽ അവർക്ക് ഒയ്ക്കന്മാരൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അത് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് പലപ്പോഴും മുടങ്ങും. മക്കൾക്കും ചെയ്യാം. ഒരു ദിവസം പുറത്തെവിടെയെങ്കിലും പോയാൽ മക്കളെ പഠിപ്പിച്ചു കൊടുത്താൽ മക്കൾക്കും അത് മുടങ്ങാതെ ചെയ്യാം എന്നാണ്. അഗ്നി സൂക്ഷിക്കുക എന്നുള്ള മെയിൻ പണി. ഹോമകുണ്ടത്തിലെ അഗ്നി 3 അഗ്നികൾ സൂക്ഷിക്കണം. ഇതാണ് അവസാന സോമയാഗത്തിൽ ഏത് യാഗം ചെയ്താലും ഈ അഗ്നി സൂക്ഷിക്കണം. അതിനാണ് അഗ്നിഹോത്രം എന്ന് പറയുന്നത്. അവസാനം മരണപ്പെട്ടാൽ സംസ്കാരത്തിന് വേണ്ടിയിട്ട് ഈ 3 കുണ്ടത്തിൽ നിന്ന് വേണം അഗ്നി എടുത്ത് ദഹിപ്പിക്കാനും. അല്ലാതെ അഗ്നി അതിനുപയോഗിക്കാൻ പറ്റില്ല. മറ്റ് അഗ്നിയൊന്നും നമ്മളൊക്കെ സാധാരണഗതിയിൽ അവിടെ ഒരു പ്രത്യേകം അഗ്നി ദഹിപ്പിക്കും, കത്തിക്കും, ചിരട്ടയും ചകിരിയൊക്കെ കൂട്ടിയിട്ടിട്ട്. എന്നിട്ട് അതിൽ നിന്ന് അതിനൊരു യജുർവേദപ്രകാരമാണ് ഒരു ഹോമക്രിയയൊക്കെ ഉണ്ട്. അതിൽ നിന്നാണ് പിന്നെ ആ അഗ്നി തന്നെ എടുത്ത് ഹോമം ചെയ്തിട്ട് പിന്നെ അഗ്നി എടുത്തിട്ടാണ്. അതായത് അഗ്നിഹോത്രത്തിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ലളിതമായിട്ട് അന്നേരം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും യാഗം ചെയ്തു കഴിഞ്ഞാൽ ആ അഗ്നിഹോത്രം എല്ലാ കാലത്തും സൂക്ഷിക്കണം എന്നർത്ഥം. അതായത് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? അഗ്നിക്ക് അത്രമാത്രം നമ്മുടെ ശരീരത്തും ജനിച്ചപ്പം മുതൽ ഒരഗ്നി ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്ന ജീവൻ്റെ അഗ്നി. അത് ശരീരത്തിനൊരു ചൂടുണ്ടല്ലോ, ചൂടാറി എന്ന് പറഞ്ഞാൽ പോയല്ലേ കാര്യം. അപ്പോൾ അഗ്നി അതിൻ്റെ ചൂട് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ആ ഊഷ്മസ്ഥിതി ബാലൻസ് ചെയ്ത് നിർത്തണം. ഇതേപോലെ ഭൂമിയുടെ ഉള്ളിലും ഒരു അഗ്നി ജ്വലിച്ചുകൊണ്ടായിരിക്കണം. ഭൂമിക്കുള്ളിൽ അന്തർഗോളത്തിൽ അകത്ത് അഗ്നി ആണ് ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൽ നിന്നാണ് ശരിക്കും ഈ ജീവൻ്റെ തുടുപ്പുകളൊക്കെ മണ്ണിലേക്ക് എത്തുന്നത്. നമ്മളൊരു പയർ വിത്തിട്ടാലും അതിൽ മുളച്ചു വരുന്ന, അല്ലേ ഒരു പുല്ല് മുളച്ചു വരുന്നതും ഓരും കൊണ്ട് നടാതെ എന്തൊക്കെ പൊട്ടി മുളച്ചു വരുന്നുണ്ടല്ലോ. ഇതൊക്കെ എവിടുന്നാണ് വരണേ? അഗ്നിയും ജലവും ഈ പഞ്ചഭൂതങ്ങളുടെ അംശമൊക്കെ ഭൂമിയിലുണ്ടെന്നർത്ഥം. ആ പഞ്ചഗുണങ്ങളുടെ പ്രഭാവത്തിൽ നിന്നാണ് ഒരു ജീവൻ തുടിക്കുന്നതെന്നർത്ഥം. എല്ലാ ജീവജാലങ്ങളുടെയും ബീജം ഈ ഭൂമിയിലുണ്ടെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് പർവ്വതങ്ങളിൽ മേരുപർവ്വതം സുമേരുപർവ്വതമാണ്. അതായത് ഭൂമിയുടെ അച്ചുതണ്ടെന്നറിയപ്പെടുന്നത് അത് ഭാരതത്തിലെ ഹിമാലയത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. അതാണ് ഭൂമിയുടെ അച്ചുതണ്ടായിട്ട് നിന്നുകൊണ്ട് ഈ ഭൂഗോളത്തെ ഒരു അച്ചുതണ്ട് നിർത്തി കറക്കുന്നത് ഈ സുമേരു പർവ്വത. കൈലാസത്തിൻ്റെ സ്ഥാനവും അതാണെന്ന് പറയും. അതൊരിക്കലും ഏത് വിദേശികൾ വന്നിട്ട് ഭാരതത്തെ കൈയടക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ, എന്തൊക്കെ കൊണ്ടുപോകാൻ സാധിച്ചാലും ഈ സുമേരു പർവ്വതത്തെ ഇളക്കി കൊണ്ടുപോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഭാരതത്തിന് ആധ്യാത്മികയുടെ അടിത്തറ ലോകം. ഈ ലോകത്ത് ആധ്യാത്മികയുടെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമേരു പർവ്വതയാണ്. അതിനെ ഇളക്കാൻ സാധിച്ചാൽ അല്ലാതെ കേരളത്തിലെ എന്നല്ല, ഈ ഭാരതത്തിലെ ആധ്യാത്മിക പിഴുതെറിയാൻ സാധ്യമല്ല. ആരെങ്കിലുമൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ ആർക്ക് സാധ്യമല്ല എന്നർത്ഥം. കാരണം അതിൻ്റെ അടിസ്ഥാന സുമേരു പർവ്വതത്തിലാണ് അത് ഉറപ്പിച്ചു വച്ചിരിക്കുന്നത്. ആ സുമേരു പർവ്വതം ഭഗവാനാണ്. പിന്നെ ഇളക്കാൻ പറ്റുമോ? ആരെയും നശിപ്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ ബ്രിട്ടീഷുകാർ വരെ ഇവിടുത്തെ ആധ്യാത്മിക സ്പിരിച്വാലിറ്റിയാണ് ഇവിടുത്തെ നമുക്ക് ഭരിക്കാൻ, സ്വാതന്ത്ര്യത്തോടെ ഭരിക്കാൻ പറ്റാത്തതെന്ന് അവർ കണ്ടെത്തിയിട്ട് അതിൻ്റെ തായ്വേരുകളൊക്കെ പിഴുതെറിയാൻ വേണ്ടിയിട്ട് ഒരുപാട്
പുതിയ പുതിയ വിദ്യാഭ്യാസ സംവിധാനമൊക്കെ കൊണ്ടുവന്നു. എന്നിട്ടും ഇളക്കി മറിച്ച് ഇപ്പോഴും ഉണ്ടല്ലോ. നമ്മളൊക്കെ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ, അത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മഹാത്മാഗാന്ധിയെ പോലുള്ളവർ വന്നിട്ട് ഗീതാശാസ്ത്രം പഠിച്ചിട്ട് കർമ്മയോഗിയായിട്ട് മാറി. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പിഴുതെറിഞ്ഞത്. അവര് നമ്മുടെ സ്പിരിച്വാലിറ്റിയെ പിഴുതെറിയാൻ വന്നവരാ, അവരെ പിഴുതെറിഞ്ഞു. അപ്പൊ അതിൻ്റെയൊക്കെ അടിസ്ഥാന കേന്ദ്രം, അതായത് ഭാരതത്തിലെ ആധ്യാത്മികയുടെ അടിത്തറ എന്ന് പറയുന്നത് സുമേരു പർവ്വതത്തിലാണ്. ആ സുമേരു പർവ്വതം ഭഗവാൻ തന്നെയാണ്. അതിനെ ഇളക്കി മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സൃഷ്ടി, കൽപ്പാന്തത്തിൻ്റെ സൃഷ്ടിയുടെ ആദ്യകാലത്ത് ഈ ലോകത്തുള്ള ഭൂഖണ്ഡങ്ങളൊക്കെ ഒന്നായിരുന്നു. സുമേരു പർവ്വതത്തിൻ്റെ ആ ചുറ്റിപ്പറ്റിയായിരുന്നു കംപ്ലീറ്റ് കരപ്രദേശം. 1/2 ഭാഗം ജലമായിരുന്നു, ബാക്കിയുള്ള കര എന്ന് പറയുന്ന ഭൂമിയുടെ 1/3 ഭാഗം, 2 ഭാഗം ജലത്തിലാണ്, 1/3 ഭാഗം ഒന്നായിട്ടാണ് നിന്നിരുന്നത്. അത് സുമേരു പർവ്വതത്തിന് ചുറ്റുമായിട്ടാണ്, ഹിമാലയ പർവ്വതത്തിൻ്റെ ശിരാകേന്ദ്രമാകുന്ന സുമേരു പർവ്വതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിന്നിരുന്നത്. പിന്നെ ഓരോ മന്വന്തരങ്ങൾ കഴിയുന്നതനുസരിച്ച് കുറേശ്ശെ വിഘടനം സംഭവിച്ച് 7ാമത്തെ മന്വന്തരത്തിലെത്തിയപ്പോഴത്തേനും ഇപ്പൊ പൂർണ്ണമായിട്ട് വിഘടിച്ച അവസ്ഥയായി. ഇനി 8ാമത്തെ മന്വന്തരത്തിലേക്ക് എത്തുമ്പോഴും, അതായത് ഇനിയുള്ള 14 മന്വന്തരങ്ങളാണ്. 7 എന്ന് പറഞ്ഞാൽ തന്നെ പകുതിയായി എന്നർത്ഥം. ഈ 7ഉം കംപ്ലീറ്റ് ആയിട്ടില്ല, 28 ചതുർയുഗം ആയിട്ടുള്ളൂ. 72 ചതുർയുഗം കഴിയണം 7ാമത്തെ മന്വന്തരം പൂർത്തീകരിക്കണമെങ്കിൽ. ഇനി 8ാമത്തെ മന്വന്തരം തൊട്ട് ഈ വിഘടിച്ചു പോയതൊക്കെ സുമേരു പർവ്വതത്തിനോട് വീണ്ടും അടുക്കാൻ തുടങ്ങും. വീണ്ടും കൽപ്പാന്തത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോഴത്തേനും സുമേരു പർവ്വതത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിഘടിച്ചു പോയ ഭൂഖണ്ഡങ്ങളെല്ലാം ഒന്നായിത്തീരും. അവസാനം 2/3 ഭാഗം ജലത്തിലേക്ക്, 1/3 മുങ്ങിപ്പോവും. അതാണ് മഹാപ്രളയം എന്ന് പറയാം. ഇത് പ്രകൃതിയുടെ ഒരു പ്രോസസ്സാ, സിസ്റ്റം. ഇതിലൊന്നും മനുഷ്യൻ്റെ ഒരു ടെക്നിക്ക് നടക്കില്ല. ഇതാണ് സർവപ്രകൃതി ജൈഗുണൈ. അപ്പോൾ ഇതിൽ സുമേരു പർവ്വതമാണ് ഈ ഒന്നാക്കുന്നതും അതിനെ വിഘടിപ്പിക്കുന്നതും. ആ പർവ്വതം ഭഗവാനാണ്. അത് നമ്മുടെ ഭാരതദേശത്തെ ഹിമാലയ പർവ്വതങ്ങളുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. പുരോധംസാം ച മുഖ്യം വാ വിധി പാർത്ത ബൃഹസ്പതിയും. ഇതൊക്കെ നഷ്ടപ്പെടുന്ന ആരും പേടിക്കണ്ട. കാരണം എല്ലാ 100 വർഷത്തിലും ഈ ആധ്യാത്മിക ഉണർവ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഭാരതത്തിൽ തന്നെ ആരെങ്കിലും ജന്മം എടുക്കുന്ന പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ജന്മം എടുക്കും. അവർ തിരിച്ച് ഇപ്പം രമണ മഹർഷിയുടെയൊക്കെ കാലത്ത് രമണ മഹർഷിയെ വിദേശിരുന്നുകൊണ്ട് സ്വപ്നത്തിൽ കണ്ടിട്ട് ആ വ്യക്തി അവിടെ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്നോ അവിടുന്നോ ഏതോ ഒരു ദേശത്തിൻ്റെ പേരൊക്കെ ഉള്ള, രമണ മഹർഷിയുടെ കഥ പഠിച്ചാൽ മനസ്സിലാകും. അദ്ദേഹം എന്നിട്ട് സ്വപ്നത്തിൽ കണ്ട ആളെ അന്വേഷിച്ചിറങ്ങി. ഞാൻ അതാ പറഞ്ഞ സ്വപ്നം ഒരിക്കലും വേസ്റ്റല്ല എന്ന്. എന്നിട്ട് വിദേശിയാണ്, മറ്റേതോ ദേശത്ത് വളർന്ന ആളാ, പക്ഷെ ഇദ്ദേഹത്തെ സ്വപ്നം കണ്ട് ആ സത്യത്തെ അന്വേഷിച്ച് വന്ന് രമണ മഹർഷിയെ നേരിട്ട് വന്ന് ശിഷ്യത്വം സ്വീകരിച്ച ആളുണ്ട്. അപ്പൊ ഇവിടെ വന്ന് കണ്ടത് ഇത് തന്നെ ആളെന്ന് എങ്ങനെ മനസ്സിലായി? സ്വപ്നത്തിൽ കണ്ട ആളാണ് തൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലായി അദ്ദേഹത്തിന്. അവിടെ ഭാഷയൊന്നും പ്രശ്നമല്ല, എവിടെ ജനിച്ചു എന്നുള്ളതും പ്രശ്നമല്ല. ഈ ലോകത്തിൻ്റെ ശിരാകേന്ദ്രം ഭാരതത്തിലെ സുമേരു പർവ്വതമാണെങ്കിൽ ആ റേഞ്ചിൽ നിന്നാണ് എല്ലാവരും പോയിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് സെൻട്രൽ ടവർ പോലെയാ, തിരിച്ച് ആ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ അത് ആ തത്വം തന്നെ പ്രകാശിപ്പിക്കുന്ന അർത്ഥം. ഇത് നമുക്ക് സാധാരണ കേൾക്കുമ്പോഴൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു, എങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളുക എന്നൊക്കെ തോന്നും. ഇതൊക്കെ ഓട്ടോമാറ്റിക് പ്രോസസ്സിലുള്ളതാ. ആര് ഇതിൽ നിന്ന് വിട്ടുപോയാലും വേണ്ടില്ല, ഒക്കെ തന്നെ വരും തിരിച്ച് കറങ്ങിത്തിരിഞ്ഞ്. നമ്മുടെ ഭൂഖണ്ഡങ്ങൾ പീഡിക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ ആധ്യാത്മികയിലേക്ക് ഇടയ്ക്ക് വരും, ഭക്തിയിലേക്ക് വരും, പിന്നെ അത് കഴിഞ്ഞ് വിട്ടുപോകും, വീണ്ടും വരും. അത് ചിലപ്പം ജന്മങ്ങളെടുക്കും ഈ പോക്കും വരവും.
കാരണം നമ്മളെല്ലാവരും വന്നിരിക്കുന്ന ഒരേ പവറിൽ നിന്നാണ്. അപ്പോൾ ആ പവറിൽ എപ്പോഴും ഒരു ആകർഷണീയത്വം ഉണ്ടാകും. അത് ഈ ഭൗതിക വസ്തുക്കളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും മമതയൊക്കെ വരുമ്പോഴാണ് അതിൽ നിന്ന് വിട്ടുപോകാനൊക്കെ വരുന്നത്. അത് അനുഭവിച്ച് കഴിഞ്ഞ് കുറേ കറങ്ങി തിരിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരും. നിങ്ങൾ ഈ അമൃതവാണി പോലെ ഇത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടിരുന്നാൽ നിങ്ങൾ ഇഷ്ടമുള്ളിടത്ത് എവിടെ പോയാലും വേണ്ടില്ല, പിന്നെയും അവിടുന്ന് നിങ്ങൾ മനസ്സോടെ ആയിരിക്കും പോകുന്നത് തന്നെ. എന്നിട്ട് പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു വരും. പിന്നെ ഇവിടെ വരുമ്പോഴേ ഇത് കേൾക്കാൻ തുടങ്ങിയാലേ പിന്നെയും സമാധാനം ഉണ്ടാവും. ഇതൊക്കെ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ നമ്മളൊക്കെ വന്നത് അങ്ങനെ ഓട്ടോമാറ്റിക് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ നമുക്ക് ഒരു ശിഷ്യത്വം ഗുരുവിൻ്റെ അടുത്ത് പോയി ദീക്ഷ എടുത്തു എന്നോർത്തും നിങ്ങൾ അതുകൊണ്ടാണ് ഈ യോഗയും അല്ലെങ്കിൽ പ്രാണായാമോ ഇതൊക്കെ ശീലിക്കുന്നവർ കുറച്ചൊക്കെ അവർക്ക് പൂർവ്വജന്മ സ്മരണയും അതിനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുള്ളതാണല്ലോ പഠിക്കുന്നത്. പക്ഷേ ഭൗതികത്തിൽ കൂടുതൽ ഇടപെടുമ്പം അതിന് പ്രാധാന്യം കൊടുത്താൽ നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോയാലും കുഴപ്പമില്ല, പിന്നെയും കുറേ കഴിയുമ്പോൾ പിന്നെയും തിരിച്ചു വരും. എനിക്ക് എത്ര ജന്മത്തെ പ്രോസസ്സ് കൊണ്ടാണ് ഒരിക്കലും മുടങ്ങാതെ ഇതൊക്കെ കൊണ്ടുനടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ജന്മത്തിലൊന്നും അല്ല. അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞേ ശുഭകാര്യം ചെയ്യുന്നവർ ഒരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാ. പക്ഷേ അത് യഥാർത്ഥ റൂട്ടിലെത്തി സ്ഥിരമായിട്ട് നിത്യനൈമിത്യ കർമ്മത്തിൽ തുടരാൻ സാധിച്ചാലേ നമ്മൾ യഥാർത്ഥ സാക്ഷാത്കാരത്തിലേക്ക് പോകും. ഇല്ലെങ്കിൽ വന്നും പോയി ഇരിക്കുന്ന അർത്ഥം. കൃഷ്ണനാക്കപ്പെട്ടാലും പിന്നെയും തിരിച്ചു വരും, പിന്നെയും ഇത് തന്നെ. ഏതെങ്കിലും ഭൗതികത്തിൽ ലയിച്ചാൽ നമ്മളിപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ഇത് ഓൺ ചെയ്തിരിക്കുന്നുണ്ടാവും, നിങ്ങൾ പുറത്ത് വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകും. എന്നിട്ട് ആ കാര്യം കഴിഞ്ഞ് തിരിച്ചു ഇവിടെ ഇങ്ങോട്ട് തന്നെ വരും. ഈ പ്രോസസ്സൊക്കെ ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ വരുന്നത് ഈ പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ റെപ്പിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കും. അതിനാ പുനരാവർത്തനം എന്ന് പറയണത്. എന്തിനാ പുനരാവർത്തന അവസരം ഉണ്ടാക്കി തരുന്നത്? ഈ പല പ്രാവശ്യം വന്നു പോയി നമുക്ക് തന്നെ തോന്നണം ഇത് കണ്ടതാണ്, ഇത് കേട്ടതാണ്, ഇവിടെ വന്നതാണ്, അതുകൊണ്ട് ഇത് അനുഭവിച്ചതാണ്, ഇനി ഇതൊന്നും വേണ്ട, പരമമായത് എന്താണെന്ന് അന്വേഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഉള്ള റൂട്ടിൽ കയറുക. പിന്നെ ബാക്കിയുള്ളതാൻ വിട്ടിട്ട് ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. പിന്നെ ആര് വിചാരിച്ചാലും അവനെ ആ റൂട്ടിൽ നിന്ന് പ്രശ്നമാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഓട്ടോമാറ്റിക് എത്തും എന്നെങ്കിലും. അപ്പം അതുകൊണ്ട് പുരോധംസാംച മുഖ്യം ആ വിധി പാർത്ഥ ബൃഹസ്പതിയും സേനാനീനാമഹം സ്കന്ധ സരസാമസ്മി സാഗര. പാർത്ഥ മാം പുരോധംസാം, അർജുന എന്നെ പുരോഹിതന്മാരിൽ മുഖ്യൻ ആരാണ്? പുരോഹിതന്മാരിൽ ഏറ്റവും മുഖ്യൻ എന്ന് പറയുന്നത് ദേവഗുരു ആയിരിക്കുന്ന ബൃഹസ്പതിയാണ്. അത് ഞാൻ തന്നെയാണ്. പിന്നെയോ സേനാനിമാരിൽ അഹം സ്കന്ധ, ദേവസേനാപതിയായിട്ട് അവരോധിക്കപ്പെട്ടിരിക്കുന്നത് ആരാ? സുബ്രഹ്മണ്യന, സ്കന്ദൻ. അത് ഞാൻ തന്നെയാകുന്നു. സരസാം സാഗര അസ്മി, ജലാശയങ്ങളിൽ സമുദ്രം ഞാനാണ്. എന്താ സമുദ്രത്തിൻ്റെ പ്രത്യേകത? ഈ ലോകത്തുള്ള ഈ ഭൂമിയിലുള്ള നദികൾ മുഴുവൻ എതിലേക്ക് പോയാലും വേണ്ടില്ല, ചുറ്റിത്തിരിഞ്ഞ് അവസാനം സമുദ്രത്തിൽ ചെന്ന് ചേരും. എൻ്റെ സമുദ്രത്തിലായിരിക്കും. അത് ശുദ്ധജലമായാലും മലിനജലമായാലും ഈ ഏത് കരഭാഗത്തുള്ള ജലം മഴ കൊണ്ടുണ്ടായാലും ഏത് തരത്തിലുണ്ടായാലും ഉരുളുപൊട്ടി വന്നാലും അത് ചെന്ന് അവസാനിക്കുന്നത്, അതിൻ്റെ ഓട്ടം നിൽക്കുന്നത്, ഒഴുക്ക് നിൽക്കുന്നത് സമുദ്രത്തിലാണ്. അത് ശുദ്ധജലമായാലും വേണ്ടില്ല, മലിനജലമായാലും വേണ്ടില്ല, ഈ ജലസ്രോതസ് മുഴുവൻ അവസാനിക്കുന്നത് ഈ സമുദ്രത്തിലാണ്. ഇനി ആ സമുദ്രത്തിൽ നിന്ന് എത്ര തന്നെ ഇപ്പോൾ സമുദ്രജലവും ശുദ്ധീകരിച്ച് ഡ്രിങ്കിങ് വാട്ടർ ആക്കാമെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടോ ഏത് തരത്തിൽ വേണമെങ്കിലും അതിൽ നിന്ന് ടാങ്ക് നിറച്ച് കൊണ്ടായാലും വേണ്ടില്ല, ഏതിലേക്ക് ഒഴുക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചാലും വേണ്ടില്ല, ബക്കറ്റിൽ കൊണ്ടായാലും വേണ്ടില്ല, എത്രയൊക്കെ എടുത്തുകൊണ്ട് പോയാലും സമുദ്രത്തിന് വല്ല മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് സമുദ്രമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ജലാശയങ്ങളിൽ സമുദ്രമാണ്. ബാക്കി എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷേ ഈ 3/2 ഭാഗം ഭൂമിയുടെ 3/2 ഭാഗം ജലത്തിൽ മുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് മെയിൻ സമുദ്രമാണ് 3/2 ഭാഗം. ബാക്കിയൊക്കെ
മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം കൊണ്ട് അല്ലെ ഭൂഗർഭജലത്തിൽ നിന്നുള്ള സ്രോതസ്സാണ് ബാക്കി വരുന്ന ജലമൊക്കെ. അപ്പം 2 ഭാഗം ജലാംശത്തിലാണെങ്കിൽ ആ സമുദ്രമായിട്ട് തന്നെ ആപൂര്യമാണ് അചലപ്രതിഷ്ഠം സമുദ്രമാപക പ്രവസന്തി തദ്വത്കാമായം പ്രവസന്തി സർവേ ശാന്തിമാപ്നോദിന കാമകാമി എന്ന് സ്ഥിതിപ്രജ്ഞലക്ഷണത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമുദ്രം ഞാൻ തന്നെയാകുന്നു, ജലാശയങ്ങളിൽ സമുദ്രം ഞാനാകുന്നു. മഹർഷിനാം ഭൃഗുരഹം ഹിര്യാമസ്മേകക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സാവരാണാം ഹിമാലയ. മഹർഷിനാം ഭൃഗു അഹം, മഹർഷിമാരിൽ ഭൃഗു ഞാനാകുന്നു. ഗിരാം ഏകം അക്ഷരം അസ്മി, വാക്കുകളിൽ ഏകാക്ഷരം ഓം ഞാനാകുന്നു. ഓം എന്ന് പറഞ്ഞാൽ പ്രണവമന്ത്രം ഞാനാകുന്നു. യജ്ഞാനാം ജപയജ്ഞോ അസ്മി, യജ്ഞങ്ങളിൽ ജപയജ്ഞം ഞാൻ തന്നെയാകുന്നു. അതുകൊണ്ടാണ് കലിയുഗത്തിൽ ജപയജ്ഞത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം. അത് വെറുതെ ജപിച്ചാൽ പോരാം, സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കണം. നിങ്ങൾ എന്ത് ജപിച്ചാലും നിങ്ങളാണ് കേൾക്കേണ്ടത്. ഭഗവാൻ വന്നിരുന്നത് കേൾക്കുന്നൊന്നുമില്ല, നമ്മൾ അങ്ങനെ സങ്കല്പിച്ച് ജപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക് അത് ജപിക്കുമ്പോഴേ, ഇപ്പം ക്ലാരിഫൈ ചെയ്യുന്നതാ ഗുരുവായൂരുന്ന് ഞാനത് മറക്കില്ല. കാരണം എന്താ, ആള് പേഴ്സണലി അല്ല, വിളിച്ചിട്ട് പറയാ, അങ്ങ് ജപിക്കുന്ന മന്ത്രങ്ങൾ അങ്ങ് കേൾക്കണം, അങ്ങ് പറയുന്ന കാര്യങ്ങൾ അങ്ങ് കേൾക്കണം, അങ്ങാണ് കേൾക്കേണ്ടത്. മറ്റുള്ളവർ കേട്ടോ കേട്ടില്ലോ എന്ന് ശ്രദ്ധിക്കണ്ട. എത്ര പേര് വന്നോ വന്നില്ലയോ, ഓൺലൈനാണോ, ഓൺലൈനിൽ എത്ര പേര് കേൾക്കണ്ടോ എനിക്കറിയോ. ഇവിടെ പലരും വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണേ, വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും, കൂട്ടാനും നുറുക്കിക്കൊണ്ടാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാനും നുറുക്കുന്നതിലായിരിക്കും ശ്രദ്ധ. അങ്ങനെയൊക്കെ ആയിരിക്കും കേൾക്കളി നടക്കുക. അത് ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ ചിലപ്പോൾ ഓഡിയോ അറിയാതെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ ശബ്ദമൊക്കെ ഞാൻ കേൾക്കാറുണ്ട് ഇവിടെ. ഞാൻ വളരെ മൈന്യൂട്ടായുള്ള ശബ്ദം കേൾക്കും ഇവിടുന്ന്. എനിക്ക് നെറ്റൊന്നും പ്രശ്നമല്ല. ശരി. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ, അങ്ങ് ജപിക്കുന്ന മന്ത്രങ്ങൾ അങ്ങ് കേൾക്കണം. കാരണം ജപയജ്ഞത്തിലാണ് ഈശ്വരൻ്റെ സ്ഥൂല രൂപരിക്കുന്നത്. നമ്മുടെ ശബ്ദം അക്ഷരങ്ങളിൽ അകാരവും, അതാണ് ബ്രഹ്മാക്ഷരത്തിൻ്റെ ആദ്യ അക്ഷരം. അക്ഷരം എന്ന് പറഞ്ഞാൽ തന്നെ നശിക്കാത്തത്. ഭഗവാന്റെ സ്ഥൂല രൂപമാണ് ശബ്ദം. അതിൽ അക്ഷരങ്ങളും കൂടെ ചേരുമ്പോഴാണ് കർഷണം നടക്കുക. ഈ കർഷണമാണ് സ്വനപേടകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശബ്ദം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി തന്നെ പ്രണവമന്ത്രധ്വനിയാണ് ആദ്യം. അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മമാകുന്ന പ്രോസസ്സ് തുടങ്ങുന്നത് ബ്രഹ്മനാദത്തിൽ നിന്നാണ്. സൃഷ്ടിയുടെ പ്രോസസ്സ് തന്നെ അങ്ങനെ. അതായത് ആകാശം പ്രകടമായി, ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം. ആ ശബ്ദത്തിൽ ബ്രഹ്മനാദം കേട്ടു. ബ്രഹ്മനാദത്തിൻ്റെ വൈബ്രേഷൻ കൊണ്ട് അവിടെ അന്തരീക്ഷത്തിലെ വായു ചലിക്കാൻ തുടങ്ങി. അപ്പോൾ സ്പർശനമുണ്ടായി. ആ സ്പർശനത്തിൽ നിന്ന് കർഷണമുണ്ടായി. കർഷണത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി. അഗ്നി ഉണ്ടായെങ്കിൽ അതിൽ നിന്ന് ജലമുണ്ടായി, ഹ്യൂമിഡിറ്റി ഉണ്ടായി. ജലമുണ്ടായെങ്കിൽ ഈ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളെ ചേർത്തിട്ട് ഭൂമിയുടെ സൃഷ്ടി ഉണ്ടായി. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ശാസ്ത്രജ്ഞനൊന്നും ആകണ്ട, നമ്മളിത് മനസ്സിലാക്കിയാൽ മതി. ആ ഭൂമിയിൽ പഞ്ചഗുണങ്ങളുണ്ട്. ഒന്നുണ്ടാകുമ്പം ഒന്നിൻ്റെ ഗുണം, ആകാശത്തിൻ്റെ ഗുണം ശബ്ദം പ്രകടമായെങ്കിൽ ആ ശബ്ദത്തിൻ്റെ ചലനം കൊണ്ട് വായു ഉണ്ടായി. വായുവിൻ്റെ ചലനത്തിൽ നിന്ന് സ്പർശമുണ്ടായി. വായു ചലിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ? ചലിക്കുന്ന സ്പർശം അറിയാമല്ലോ. വായു ഇതിലേക്ക് കാറ്റടിച്ച് പോയാൽ നമ്മൾ അറിയില്ല. എങ്ങനെയെങ്കിലും ശരീരത്തോട് ടച്ച് ചെയ്ത് പോയ സ്പർശനം ഉണ്ടായല്ലോ. ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടല്ല, ഇത് വലിയൊരു പ്രോസസ്സാണ്. ബ്രഹ്മാവിൻ്റെ ഒരു നിമിഷം മനുഷ്യവർഷം 1 വർഷമാണ്. അപ്പം അനേകം ദിവസങ്ങളോ സംവത്സരങ്ങളോ എടുത്തു ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകാൻ. അങ്ങനെ
ഭൂമിയിലേക്ക് വന്നപ്പോഴത്തേനും പഞ്ചഗുണങ്ങളും സമ്മേളിച്ചു അവിടെ. അവിടെയാണ് പിന്നെ ജീവജാലങ്ങളൊക്കെ ഭൂമിയിൽ നിന്നാണ് പ്രകടമാകുന്നത്. അതിന് നിമിത്തം ആരെങ്കിലുമൊക്കെ സപ്തർഷികൾ എന്ന് പറയാം, ദക്ഷപ്രജാപതി എന്ന് പറയാം. എന്തായാലും അവരൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് ഈ പ്രോസസ്സിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സാഗരം എന്ന് പറഞ്ഞാൽ ജലാശയങ്ങളിൽ സമുദ്രം ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ 2/3 ജലം നിറച്ചു വെച്ചിരിക്കുന്ന ജീവന്റെ തുടുപ്പ്, എത്രയെത്ര ജീവനങ്ങളെ ജീവാംശം നിലനിൽക്കുന്നുണ്ടോ അത് ജലത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുക. ജലസായിയാണ് നാരായണൻ. നാരായണൻ എന്ന് പറഞ്ഞാൽ തന്നെ ജീവനാണ്. അപ്പം അത് ഭൂമിയുടെ 2/3 ജലത്തിൽ വെച്ചിരിക്കുന്നു. ഓരോ ശരീരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ജീവജാലങ്ങളുടെ ഉള്ളിലും 75% 2/3 ജലാംശമാണ്. ഒരു മരം പോലും നിന്ന ആ മരത്തിൽ 75% 2/3 അതിൽ ജലമായിരിക്കും. അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം. അത് ബാലൻസ് കീപ്പപ്പ് ചെയ്യണം. അത് നമ്മുടെ ശരീരത്തിൽ വേണം, ഭൂമിയിലും വേണം. അതിനാണ് ഈ മഴയൊക്കെ പെയ്യുന്നത്. കാലത്തിന് കാലം തെറ്റിയാണെങ്കിലും വേണ്ടില്ല, ഭഗവാൻ എപ്പോഴും ഈ സിസ്റ്റം എവിടെ കുറയുന്നോ അവിടെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. അത് ഏത് തരത്തിലാണ്, എങ്ങനെയാണ്, ഞാറ്റുവേല വന്നിട്ടാണോ അല്ലാതെയാണോ? ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം ന്യൂനമർദ്ദമാണ്. ഞാറ്റുവേല ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ന്യൂനമർദ്ദം വരണ്ടോ നോക്കിയാൽ മതി, മഴ വരണ്ടെങ്കിൽ. പഞ്ചാംഗം നോക്കിയിട്ട് ഞാറ്റുവേല ഏത് ഞാറ്റുവേലയാന്ന് നോക്കിയിട്ട്, കലണ്ടർ നോക്കിയിട്ട് ഒന്നും നോക്കിയിട്ട് കണ്ട് അതനുസരിച്ചൊക്കെ സിസ്റ്റം മാറി ഇപ്പം. എന്തായാലും ഉദ്ദേശ ലക്ഷ്യം എന്താ? ഏത് സിസ്റ്റം ഉപയോഗിച്ചാലും വേണ്ട, ഈ 50% 75% ജലാംശത്തെ ബാലൻസ് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശം. അത് കാലം തെറ്റിയാലും വേണ്ടില്ല, കാലത്തിനനുസരിച്ച് പെയ്താലും വേണ്ടില്ല. അത് കൂടിയാലും പ്രശ്നം. നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ഇതിൻ്റെ ബാലൻസ് തെറ്റുന്നത്, അല്ലാതെ ഈശ്വരൻ്റെ പ്രവൃത്തി കൊണ്ടല്ല. ബാലൻസ് തെറ്റിയാലോ ആ ബാലൻസിങ് നടത്തുന്നത് ധർമ്മവ്യവസ്ഥയാണ്. അതിനുമുണ്ട് ഒരു പ്രോസസ്സ്, ഓട്ടോമാറ്റിക്. ഭഗവാനൊന്നും പ്രത്യേകിച്ച് ചെയ്യുമൊന്നും വേണ്ട. 10ാമത്തെ സൃഷ്ടിയിലെ ഓട്ടോമാറ്റിക് ബാലൻസിങ്ങാണ്. ആര് ഡിസ്റ്റർബ് ചെയ്യുന്നോ ഭഗവാന്റെ സിസ്റ്റത്തെ, അവരെ ഡിസ്ട്രോയ് ചെയ്യും. ആദ്യം ഡിസ്റ്റർബ് ചെയ്യും, എന്നിട്ട് നേരെ ആകുന്നില്ലേ ഡിസ്ട്രോയ് ചെയ്യും. ഇതും ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ഈ മഹാപ്രളയം ഉണ്ടാകുന്നതോ ഇല്ലേ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതും യുദ്ധങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ബാലൻസിങ്ങിൻ്റെ ഭാഗമാണ്. നമുക്ക് കാരണം ഇങ്ങനെ വിശേഷ ബുദ്ധി ഉണ്ടോ ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഗുണദോഷം തിരിച്ചുകൊണ്ട് അവന് കാരണമാണ് ബോംബിട്ടത്, ഇവർ കാരണമാണെന്നൊക്കെ ഇങ്ങനെ പറയാന്നുള്ളൂ. ഇത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. എല്ലാ കാലത്തും ഇങ്ങനെ എല്ലാ 100 വർഷത്തിലും ബാലൻസിങ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഓരോ സിസ്റ്റം നടപ്പാക്കും. അത് ഓട്ടോമാറ്റിക് പ്രകൃതിയിലുണ്ട്, 10ാമത്തെ സൃഷ്ടിയിലുണ്ടത്. അതിന് പ്രത്യേകിച്ച് ഭഗവാൻ ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. അത് സിസ്റ്റം ഓട്ടോമാറ്റിക് ഫീഡ് ചെയ്ത് വെച്ചേക്കാം. അത് ആ സമയമാകുമ്പം അവിടെ ബാലൻസ് തെറ്റുന്നോ അത് വർക്ക് ചെയ്യും. ഓട്ടോമാറ്റിക് സിസ്റ്റം. ഭഗവാനോ ഞാനൊന്നും അറിഞ്ഞില്ല, രാമനാരായണൻ എന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നിസ്സംഗന. നമ്മളിപ്പോൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഓട്ടോമാറ്റിക് സ്വിച്ച് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാട്ട് കേൾക്കാനാണെങ്കിലും അത് ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ കേട്ടോണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ടല്ലോ, കേട്ടോണ്ടിരുന്നാൽ മതിയല്ലോ, ആസ്വദിച്ചിരുന്നാൽ മതി. അതേപോലെ തന്നെയാണ് ഭഗവാനും. അപ്പോൾ അതുകൊണ്ട് ഈ മഹർഷിമാലി സപ്തർഷിമാലിൽ ഭൃഗു മഹർഷി ഞാനാണെന്ന് പറഞ്ഞു ഭഗവാൻ. ഈ ഭൃഗുവൊക്കെ കൂട്ടുന്ന മഹർഷിമാരുടെ ഒരു ടീമൊക്കെ കൂടുകയാണ്, ഒരു യാഗം ചെയ്യാൻ തീരുമാനിച്ചു. അത് ഭാഗവതത്തിലൊരു കഥയുണ്ട്. അപ്പോൾ ഈ 3 ത്രിമൂർത്തികളിൽ ഒരാളെ ആരാണ് ശ്രേഷ്ഠൻ എന്ന് കണ്ടെത്തിയിട്ട് ആ ദേവനെ വേണം ബ്രഹ്മമായിട്ട് ഇരുത്താൻ. ഒരാൾ ബ്രഹ്മത്തിൻ്റെ സ്ഥാനത്തിരിക്കണം. അതായത് ഈ ഒരു ഹോമമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രഹ്മനായിട്ട് ഒരാളിരിക്കണം. അത് സാക്ഷിയാണ്. അതിന് പല കാര്യങ്ങൾക്കും ഉണ്ട്. അത് ബ്രഹ്മനായിട്ടിരിക്കുക എന്നർത്ഥം. ആ കർമ്മത്തിൻ്റെ ഈശ്വരൻ്റെ ഭാവത്തിൽ ഒരാൾ സാക്ഷിയായിട്ടിരിക്കണം എന്നർത്ഥം. ആ ഹോമം കഴിയുന്നവരെ പിന്നെ അയാൾക്ക് എഴുന്നേറ്റ് പോകാനോ ഭക്ഷണം കഴിക്കാനോ വേറെ ഒരു കാര്യത്തിന് എണീറ്റ് പോകാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇവരൊരു യാഗം തീരുമാനിച്ചപ്പോൾ ആ സ്ഥാനത്തെ ബ്രഹ്മനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ത്രിമൂർത്തികളിൽ ഒരാളെ വേണം എന്ന് തീരുമാനിച്ചു.
ആ ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഭൃഗു മഹർഷിയാണ് അയക്കുന്നത്. അങ്ങനെ ബ്രഹ്മപ്രജാപതിയുടെ അടുത്തേക്ക് ബ്രഹ്മലോകത്തേക്കാണ് ആദ്യം ഭൃഗു മഹർഷി പോകുന്നത്. അവിടെ ചെല്ലുമ്പം ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഭൃഗു മഹർഷി അവിടെ ചെന്നത് പോലും ബ്രഹ്മാവ് അറിഞ്ഞില്ല. അപ്പൊ കൊടുത്തു ശാപം, നിന്നെ ആരും പൂജിക്കാതെ പോട്ടേന്ന്. ശരിക്കും ആ ശാപം മരുന്ന് വാങ്ങിയതാ. കാരണം ഈ ബ്രഹ്മാവിനെ, സൃഷ്ടികർത്താവിനെ ആരും പൂജിക്കരുതെന്നാ. കാരണം പൂജിച്ചാൽ എന്താ കുഴപ്പം? നമുക്ക് ഇഷ്ടമുള്ള ജന്മമൊക്കെ ചിലപ്പം അഭിഷസിദ്ധിയായിട്ടൊക്കെ ചോദിക്കും. അതുകൊണ്ട് ബ്രഹ്മാവ് തന്നെ തീരുമാനിച്ചതാണ്, എന്നെ ആരും പൂജിക്കണ്ട. പൂജിച്ചാൽ ചിലതൊക്കെ ഇഷ്ടഭോഗങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് തന്നെ ചിലർ തപം ചെയ്തിട്ട് ചില വരമൊക്കെ മേടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നും പൂജിക്കാൻ പാടില്ല എന്ന് ശാപം കൂടെ വാങ്ങി വെച്ചപ്പോഴാണ് കുറെ കുറഞ്ഞത്. എന്നാലും ഇപ്പോഴും ചിലതൊക്കെ നമ്മുടെ ഹിരണ്യകശിപുവൊക്കെ ശരിക്കും ബ്രഹ്മാവിനെ തപം ചെയ്തിട്ടാണ് പ്രത്യേകം മരണം വേണമെന്നൊക്കെ അനുഗ്രഹമായിട്ട് വരമായിട്ട് വാങ്ങിയതൊക്കെ. പിന്നെ അവിടുന്ന് കൈലാസത്തിൽ ചെല്ലുമ്പം അവിടെയും ലഹരിയിലാണ്, ആനന്ദ നൃത്തത്തിലാണ്. അവിടെയും ചെന്നപ്പം ഈ ഭൃഗു മഹർഷി ചെന്നതൊന്നും ശിവൻ അറിഞ്ഞില്ല. പിന്നെ അറിഞ്ഞിട്ട് സ്വീകരിക്കാൻ അപ്പോഴത്തേനും കൊടുത്തു ശാപം, നിന്റെ ഒരംഗം പൂജിക്കുന്നവരായിട്ട് മാറട്ടെ. ഒരു അവസാനമൊന്നുമില്ലെങ്കിലും വന്ന് ചോദിച്ചു, എന്താ ഇരിക്കാനൊക്കെ പറഞ്ഞു. അവസാനം ആദ്യം ചെന്നത് അറിഞ്ഞില്ലെങ്കിലും ആരാ വന്നതെന്നുള്ള മനസ്സിലായപ്പോൾ തിരിച്ച് ഒരു ചെറിയൊരു സ്വീകരണമൊക്കെ കൊടുത്തു, ഒരു ആദരവൊക്കെ കൊടുത്തു. അതുകൊണ്ട് നിന്നെ ഒരു അംഗം മാത്രം, ശരീരത്തിലെ ഒരു അംഗം മാത്രം പൂജിക്കുമാറാകട്ടെ എന്നാണ്. ശാപമാണോ എന്ന് ചോദിച്ചാൽ ശാപമല്ല. എന്നാലും ശിവനെ പൂജിക്കുന്ന ശിവലിംഗമാണല്ലോ, അതുകൊണ്ട് പൂജിക്കുന്നത്. എല്ലായിടത്തും ശിവലിംഗ പ്രതിഷ്ഠയാണ് കൂടുതലും. അതാണ് ലിംഗം എന്ന് പറഞ്ഞാൽ ഒരു അംഗം പൂജിക്കുന്നവനായി മാറട്ടെ. അത് കഴിഞ്ഞിട്ടാണ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഭൃഗു മഹർഷി തന്നെ, വിഷ്ണു തന്നെയാണ് ഭൃഗു മഹർഷി എന്ന് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭഗവാൻ. അതുകൊണ്ടാണ് ഭൃഗു മഹർഷിയുടെ ശ്രേഷ്ഠത എന്താണെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ബുദ്ധി, ശ്രേഷ്ഠമായ ബുദ്ധി ഉണ്ടാകണമെങ്കിൽ ഭഗവാന്റെ വിഭൂതി ഇല്ലാതെ ഒരിക്കലും ആർക്കും ആ സ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പം വൈകുണ്ഠത്തിൽ ചെല്ലുമ്പം വിഷ്ണു കിടന്നുറക്കാം. ലക്ഷ്മി ദേവിയുടെ മടിയിൽ കാലും വെച്ചിട്ടുണ്ട്. ലക്ഷ്മി ദേവി തടവിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഉറങ്ങുന്ന ആൾ ആരെങ്കിലും വന്നാൽ അറിയുമോ? ഭഗവാൻ എല്ലാം അറിയാം. പക്ഷെ യോഗനിദ്രയിലാണെങ്കിലും ഇദ്ദേഹം കണ്ടത് എന്താ? പ്രത്യക്ഷത്തിൽ കണ്ടത് ഉറങ്ങുന്നതായിട്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാതെ ദേഷ്യം വന്നു, കൊടുത്തു ഒരു ചവിട്ട്. അപ്പോൾ വിഷ്ണു അനന്തശായി അവസ്ഥയിൽ നിന്ന് അനന്തൻ്റെ മുകളിൽ നിന്ന് ഉരുണ്ടുപിടിച്ച്, നമ്മൾ കട്ടിലേക്ക് കിടന്നുറങ്ങുകയാണെങ്കിൽ ഒരാൾ വന്നിട്ട് ചവിട്ടിയാൽ കട്ടിലേന്ന് താഴെ വീണാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ വിഷ്ണു അനന്തൻ്റെ മുകളിൽ നിന്ന് ലക്ഷ്മി ദേവിയും കൂടെ തട്ടിയിട്ടുണ്ട് താഴെ വീണു. അതുപോലെയാ ചവിട്ട് കിട്ടിയത്. അതാണ് ശ്രീവത്സായിട്ട് മാറിയത്. ഭൃഗു മഹർഷി തന്നെ ഭഗവാനാണെന്ന് പറഞ്ഞു. ആ ഭൃഗു മഹർഷിയുടെ പാദം പതിഞ്ഞ സ്ഥലമാണ് ശ്രീവത്സം എന്ന അടയാളം ഉണ്ടായത്. ഒരു കാൽപാദത്തിൻ്റെ അടയാളം ഭഗവാന്റെ നെഞ്ചത്തുണ്ടായത് ഭൃഗു മഹർഷി ചവിട്ടിയത് കൊണ്ടാണെന്ന് പറയും. പിന്നെ ഭൃഗു മഹർഷിയുടെ ചവിട്ടുകൊണ്ട് നിലത്ത് വീണ വിഷ്ണു ഭഗവാൻ എഴുന്നേറ്റിട്ട് ഈ ചവിട്ടിയ ആളുടെ കാല് പിടിച്ചു. സമസ്താപരാധ ക്ഷമിക്കണേ, ഞാൻ അങ്ങ് വന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭൃഗു മഹർഷി ഞെട്ടി. താൻ ചവിട്ട് കൊടുത്തിട്ടും ഇദ്ദേഹം എൻ്റെ കാൽപാദത്തിൽ വന്ന് വീണിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം താൻ ബ്രഹ്മനായിട്ടിരിക്കാൻ യോഗ്യൻ എന്ന് അപ്പോൾ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ മഹർഷിമാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഭൃഗു മഹർഷി എന്ന് പറയുന്നതും. ഭൃഗു മഹർഷി മുഖേന ഭഗവാന്റെ നെഞ്ചത്ത് ശ്രീവത്സം എന്ന അടയാളം ഉണ്ടായതുകൊണ്ടും, പിന്നെ ഭഗവാനെ തന്നെ ബ്രഹ്മനായിട്ടിരിക്കാൻ യോഗ്യനായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ബുദ്ധി ഉണ്ടായിരിക്കണം. 3 ലോകങ്ങളും ത്രിമൂർത്തികൾ ഒരാളെ നോക്കി പിടിക്കാനാണ് ബാക്കിയുള്ളവർ പറഞ്ഞയച്ചത് ഇദ്ദേഹത്തിന്. അപ്പോൾ ശ്രേഷ്ഠനായ ഒരാളെ വേണം പറഞ്ഞയക്കാൻ, ബുദ്ധിയുള്ള ഒരാളെ, ശരിക്കും ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന മേധാബുദ്ധിയുള്ള ഒരാൾ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിയോഗിക്കപ്പെടുക.
അപ്പം എന്തായാലും ഭൃഗു മഹർഷി പോയിട്ടാണ്, അതാണ് ഭൃഗു മഹർഷിയുടെ ശ്രേഷ്ഠതയും. അപ്പോൾ 3 ലോകത്തിലും, കൈലാസത്തിലും വൈകുണ്ഠത്തിലും ബ്രഹ്മലോകത്തും പോയിട്ട് ബ്രഹ്മനായിട്ടിരിക്കുന്ന ആളെ ശരിയായിട്ട് കണ്ടുപിടിച്ചത് ഭഗവാന്റെ വിഭൂതിയായിരുന്ന ഭൃഗു മഹർഷിക്ക് മാത്രമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ഇനി യജ്ഞങ്ങളിൽ ജപയജ്ഞം ഏറ്റവും സാവര വസ്തുക്കളിൽ ഹിമാലയം ഭഗവാൻ തന്നെയാണ്. ഹിമാലയത്തിനകത്താണ് സുമേരു പർവ്വതം എന്ന് പറഞ്ഞു. അപ്പം സുമേരു പർവ്വതം നിൽക്കുന്ന ഈ ഹിമാലയ പർവ്വതം തന്നെ ഭഗവാനാണ്. അതിൻ്റെ സ്ഥിരാകേന്ദ്രമാണ് സുമേരു പർവ്വതം. അപ്പം ഈ യജ്ഞങ്ങളിൽ ജപയജ്ഞമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത്. കലിയുഗത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾ ബാക്കി ഒരു ഈശ്വര പൂജയോ ക്ഷേത്ര ദർശനമോ വഴിപാടുകളോ തീർത്ഥാടനങ്ങളോ ഒന്നുമല്ല പ്രധാനം. ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ ഒരു കൃത്യസമയത്ത് കൃത്യസമയപരിധിക്കുള്ളിൽ കൃത്യമായിട്ട് ജപയജ്ഞം നടത്തുകയാണെങ്കിൽ അത് നിങ്ങളിലെ ആത്മശക്തിയെ ഉണർത്താൻ വളരെ ലളിതമായിട്ട് എളുപ്പമാർഗം. കാരണം ആരാണോ കലിയുഗത്തിൽ ജപയജ്ഞം അങ്ങനെ ഇങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ആരാണോ ചെയ്യുന്നത്, എവിടെ ജപയജ്ഞം നടക്കുന്നോ അവിടെ ഈശ്വരൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. എൻ്റെ ഏറ്റവും വലിയ വിജയരഹസ്യം, അതായത് ഇതുവരെ ആധ്യാത്മിക രോഗമുക്തി നേടി ഉണർന്ന് പ്രവർത്തിക്കാനുള്ള നിമിഷം വരെയുള്ള ശക്തി എന്ന് പറയുന്നത്, ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചത്, എൻ്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ എത്താൻ സാധിച്ചത് 22 വർഷമായിട്ടും മുടങ്ങാതെ ചെയ്യുന്ന ജപയജ്ഞമാണ്. ഒരു പഞ്ചദ്രവ്യങ്ങളെ കൊണ്ട് പൂജയൊക്കെ പഠിച്ചിട്ട് പൂജ ചെയ്യുന്നതിലും ശ്രേഷ്ഠമാണ് ജപയജ്ഞം. കലിയുഗത്തിൽ പ്രത്യേകിച്ചും ഏത് മന്ത്രം ജപിച്ചാലും അക്ഷരബ്രഹ്മവും ശബ്ദബ്രഹ്മവും ചേരണമെന്ന് മാത്രം. അത് ജപിക്കുന്ന ആൾ കേൾക്കാൻ പാകത്തിന് ജപിക്കണം. നിങ്ങൾ തന്നെ കേൾക്കണം. കേട്ട് വേണം. ശ്രവണത്തിലൂടെ അല്ലാതെ നേരെയാക്കാൻ പറ്റില്ല ആരെയും. എത്ര ദീക്ഷ എടുത്താലും വേണ്ടില്ല. ദീക്ഷ മന്ത്രം എടുത്ത് മന്ത്രമൊക്കെ ദീക്ഷ എടുക്കുന്നവർ അത് മുടങ്ങാതെ ജപിക്കണം എന്ന് പറയും. ജപിക്കണുണ്ടോ എന്നാ ചോദ്യം. അതാണ്. ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരു സഹസ്രനാമം ജപിക്കുന്ന സമയം നിങ്ങൾ ജപിക്കുന്ന മന്ത്രം നിങ്ങൾ കേൾക്കണം. അപ്പോഴാ ജപയജ്ഞമാകുള്ളൂ. അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കണം, മനസ്സേകാഗ്രമാകും, ബുദ്ധി ഉറക്കും, ചിത്തശക്തി ഉണരും. ഇത് വല്ലപ്പോഴും ഒരിക്കൽ ചെയ്താൽ കിട്ടില്ല. നിത്യനൈമിത്യ കർമ്മത്തിൽ ചെയ്യണം. അത് ദിവസവും ചെയ്യണം. ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ചെയ്യണം. ശുദ്ധമായ സ്ഥലത്തിരുന്നുകൊണ്ട് ചെയ്യണം. നട്ടല് നിവർത്തിയിരുന്ന് ചെയ്യണം. നിങ്ങൾ ജപിക്കുന്ന നാമം നിങ്ങൾ കേൾക്കണം. അപ്പോഴാണ് ജപയജ്ഞമാകും. അതിൻ്റെ അപ്ഗ്രേഡേഷനൊക്കെ തന്നെ വരും. പിന്നെ നിങ്ങൾക്ക് ജപിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു മന്ത്രം ജപിച്ചാൽ അത് നിങ്ങളുടെ രോമകൂപങ്ങളിൽ കൂടും തളച്ചു മറിഞ്ഞു വരാൻ തുടങ്ങും. അതാണ് അജപാജപത്തിലേക്ക് എപ്പോൾ എത്തുന്നോ അവിടെ നിങ്ങൾക്ക് ഈശ്വരൻ്റെ ദർശനം കിട്ടും. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷിണാം ച നാരദ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. സർവവൃക്ഷാണാം അശ്വത്ഥ, എല്ലാ വൃക്ഷങ്ങളിലും വച്ച് അരയാലും, ദേവർഷിണാം ച നാരദ, ദേവർഷിമാരിൽ നാരദനും, ഗന്ധർവാണാം ചിത്രരഥ, ഗന്ധർവന്മാരിൽ ചിത്രരഥനും, സിദ്ധാനാം കപിലോ മുനി, സിദ്ധന്മാരിൽ കപിലമുനിയും ഞാനാകുന്നു. വൃക്ഷങ്ങളിൽ അരയാല് ഭഗവാന്റെ വിഭൂതിയാണ്. എല്ലാ ക്ഷേത്രങ്ങളുടെയും മുമ്പിലുണ്ടാകും അരയാല്. അത് മൂലതോ ബ്രഹ്മരൂപായ മധ്യതേ വിഷ്ണുരൂപേണ അഗ്രതേ ശിവരൂപായ വൃക്ഷരാജായത നമേ എന്ന് ആ മന്ത്രം ജപിച്ചുകൊണ്ട് രാവിലത്തെ സമയം എത്ര സ്ലോ മോഷനിൽ നിങ്ങളെ പ്രദക്ഷിണം വയ്ക്കുന്നോ അത്രയും ശുദ്ധമായ പ്രാണവായു നിങ്ങൾക്ക് ലഭിക്കും. ദേവർഷിമാരിൽ നാരദൻ ഭഗവാൻ തന്നെയാണ്. ഗന്ധർവന്മാരിൽ ചിത്രരഥൻ ഭഗവാനാണ്. സിദ്ധന്മാരിൽ കപിലമുനി, ഭാഗവതത്തിലെ കപിലമുനിയാണ് ഉദ്ദേശിക്കുന്നത്. ആ കപിലമുനി ഭഗവാൻ തന്നെയാണ്. ജന്മനാ തന്നെ ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യ അതിശയത്തെ പ്രാപിച്ചവരാണ് സിദ്ധന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്.
കപിലമുനി സാഖ്യാശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ്. ഇതൊക്കെ ഭഗവാനാണ്. ചുരുക്കി പറഞ്ഞാൽ എവിടെയൊക്കെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ, ആരിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ ഈശ്വരൻ തന്നെയാണെന്ന് സങ്കല്പിച്ചു കൊള്ളണം. ഉച്ചൈസ്രവസശ്വാനാം വിധിം ആം അമൃതോത്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. അശ്വാനാം അമൃതോത്ഭവം, കുതിരകളിൽ അമൃതമഥനവേളയിൽ ഉത്ഭവിച്ച ഉച്ചൈസ്രവസ് എന്ന കുതിര, ഉച്ചൈസ്രവസം എന്ന് പറഞ്ഞാൽ കുതിര. ഗജേന്ദ്രാണം ഐരാവതം, ഗജേന്ദ്രൻ ഗജശ്രേഷ്ഠന്മാരിൽ ഇന്ദ്രൻ്റെ വാഹനമാകുന്ന ഐരാവതം പാലാഴി മഥന സമയത്താണ് പുറത്തു വന്നത്. നരാണാം ച നരാധിപം, മനുഷ്യരിൽ രാജാവായിട്ടും മാ വിധി എന്നറിഞ്ഞാലും. കുതിരകളിൽ പാലാഴി മഥന വേളയിൽ അമൃതത്തോടൊപ്പം ഉത്ഭവിച്ച ഉച്ചൈസ്രവസ് ആയും ആനകളിൽ ഐരാവതമായിട്ടും മനുഷ്യരിൽ രാജാവായിട്ടും എന്നെ അറിയുക. ഉച്ചൈസ്രവസ് എന്ന കുതിരയെപ്പോലെ ഐരാവതം എന്ന ആനയും പാലാഴി മഥനവേളയിൽ ഉത്ഭവിച്ചതാണ്. ഈ പാലാഴി മഥനം എന്നൊക്കെ പറയുന്നത് അതൊക്കെ സങ്കല്പമാണ് കേട്ടോ. നമ്മുടെ മനസ്സിനെ കടയുന്നതിൻ്റെ ഒരു പ്രതീകാത്മക ചിത്രമാണ് പാലാഴി ദേവാസുര യുദ്ധമൊക്കെ പറഞ്ഞത്. ദേവാസുര യുദ്ധം മനസ്സിൻ്റെ സങ്കല്പമാണ്. പാലാഴി മഥനം അതും ഗുണദോഷങ്ങളുടെ തിരിച്ചറിവിന് വേണ്ടിയിട്ട് ഒരു സങ്കല്പമാണ്. മനസ്സാണ് പാലാഴി. അത് കടഞ്ഞാൽ അതിലുള്ള ദൈവിക സമ്പത്തും ആസുരീ സമ്പത്തും രണ്ടും പുറത്തു വരും. ദൈവിക സമ്പത്ത് ശാശ്വതമായ അമൃതത്തിലേക്ക് എത്തും, ആസുരീ സമ്പത്ത് നാശത്തിലേക്ക് എത്തിക്കും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിനെയാണ് ഈ പറയുന്ന ജപയജ്ഞം കൊണ്ട് അക്ഷരബ്രഹ്മവും ശബ്ദബ്രഹ്മമാകുന്ന കയറുകൊണ്ട് സുമേരു പർവ്വതത്തോലെ നിൽക്കുന്ന ബുദ്ധിയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കടയണം. അപ്പോൾ അതിൽ നിന്ന് ഈ മനസ്സിൻ്റെ മാലിന്യങ്ങളാകുന്ന നന്മയും തിന്മയും പുറത്തു വരും. അതിൽ പലതും പാലാഴി മഥനത്തിൽ പലതും പുറത്തു വന്നു എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ നമ്മൾ മനസ്സിനെ കടഞ്ഞാൽ ബുദ്ധി ഉറയ്ക്കും. ബുദ്ധി ഉറയ്ക്കുന്ന ആത്മശക്തി ഉണരുന്ന സമയത്തായിരിക്കും ഈ നന്മയും തിന്മയും ഒക്കെ പ്രോസസ്സ് പുറത്തേക്ക് വരാൻ തുടങ്ങും. മനസ്സിൻ്റെ മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് ഒഴുകും. നിങ്ങളുടെ പൂർവ്വജന്മാർജിതമായിട്ടുള്ള പാപപുണ്യങ്ങളുടെ റിസൾട്ട് മുഴുവൻ പുറത്തേക്ക് വരും. അതാണ് സഹകാരി കാരണങ്ങളെ കൊണ്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അതിൽ സുഖവും ദുഃഖമൊക്കെ ഉണ്ടാവും. ഇത് കുറച്ച് നേരത്തേക്കേ വരുള്ളൂ. ധന്വന്തരി ഒക്കെയാണ് അവസാന ഘട്ടത്തിൽ വന്നത്, ഔഷധങ്ങളെ കൊണ്ടാണ് വന്നത്. അപ്പം ആ ഒരു പ്രോസസ്സ് എൻഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അമൃത് മാത്രമായിക്കൊണ്ട് അമൃതും കൊണ്ട് ഒരു ദേവൻ പൊങ്ങി വരുന്നു വെച്ചാൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് അമൃത ശക്തി, അതായത് ആത്മശക്തിയുടെ ഉണർവാണ് അമൃത കലശം എന്ന് പറയുന്നത്. അത് പുറത്തേക്ക് വന്നാൽ പിന്നെ ഒരിക്കലും നശിക്കില്ല. അതാണ് തേഷാമേവ അനുകമ്പാർത്ഥം മഹമ്മജ്ഞാനജം തമാ നാശേന്നാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസത എന്ന് പറയും. ഈ ജ്ഞാനം ലഭിച്ചാൽ അമൃതത്തിൻ്റെ കിട്ടിയാലും ഈ അസുരന്മാരെ സൂക്ഷിച്ചോളണം. നമ്മുടെ ജ്ഞാനത്തെ കൊണ്ടുപോയിട്ട് ദുർവിനിയോഗം ചെയ്യും. അവരെടുത്ത് അടിച്ചുകൊണ്ട് പോകും ചിലപ്പം. അവിടേക്കാണ് ജ്ഞാനികളായാലും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃപയിലേക്ക് ഭഗവാന്റെ മോക്ഷശക്തിയിലേക്ക് എത്തണമെങ്കിൽ, മോക്ഷത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെയും ഭഗവാന്റെ കൃപ വേണമെന്ന് പറയാണ്. അവസാന ഘട്ടം കൃപയിലേക്ക് അവസാനിക്കുക. അപ്പം ജ്ഞാനം കിട്ടിയാലും അതിനുള്ള ബുദ്ധി കിട്ടിയാലും ഒക്കെ ചിലപ്പോൾ അതിന് ദുർവിനിയോഗം ചെയ്യാൻ ഇടവരുന്നത് ആസുരി സമ്പത്തുമായിട്ടുള്ള മമതാബന്ധം കൊണ്ടായിരിക്കും. അത് ആ സ്വഭാവമുള്ളവരാകാം, അവരോട് കൂടെ ചേർന്നിട്ടാകാം, ഇല്ലെങ്കിൽ നിങ്ങളിലുള്ള ആസുരി വാസന കൊണ്ടാകാം. എന്തായാലും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ പാലാഴി മഥനം എന്ന് ഉദ്ദേശിക്കുന്നത്. ജപയജ്ഞം കൊണ്ട്, കലിയുഗത്തിലെ ഏറ്റവും എളുപ്പമാർഗമാണ് ജപയജ്ഞം കൊണ്ട് നിങ്ങൾ മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്താൻ സാധിക്കും. ഈ ജപയജ്ഞം സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴത്തേ മനസ്സ് ഏകാഗ്രമാകും, ബുദ്ധി ഉറയ്ക്കും. ബുദ്ധി ഉറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് മേധാബുദ്ധിയായിട്ട് സ്ഥിതപ്രജ്ഞത്തിലേക്ക് നയിക്കും. സ്ഥിതപ്രജ്ഞനാകുന്ന ഘട്ടത്തിൽ ആത്മജ്ഞാനം പ്രകാശിക്കും. തേഷാം ഏവ ഏഷാം ബ്രാഹ്മീസ്ഥിതി പാർത്ത നൈനാം പ്രാപ്യപി ഉക്കസി തിത്വാസ്യ അന്ത്യകാലേപി ബ്രഹ്മനിർമ്മാണം പൃച്ഛതി. ഈ
ജീവിതത്തിൽ ഏത് കലിയുഗത്തിൽ ക്ഷിപ്രസാധ്യമാണ്. ഈ ജന്മത്തിൽ എപ്പോഴാണ് നിങ്ങൾ ജപയജ്ഞം കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ അമൃതത്വത്തിലേക്ക് ഓട്ടോമാറ്റിക് ഉയരും. പ്രായപരിധിയും ജാതിയൊന്നും പ്രശ്നമല്ല. മനുഷ്യൻ ആരാണോ ജപയജ്ഞം ചെയ്യുന്നത്, യക്ഷാം ബ്രാഹ്മീ സ്ഥിതി പാർത്ഥാനാം പ്രാപ്യം യുക്യതി സ്ഥിത്വാസിയ അന്ത്യകാലേവി, മരിക്കുന്നതിന് മുമ്പായിരിക്കും ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് ക്ലിക്കാകുക. അതാണ് അമൃതത്വം എന്ന് പറയുന്നത്. അത് ക്ലിക്കായാലോ പിന്നെ ഒരിക്കലും നശിക്കില്ല. അവനാണ് ചിരഞ്ജീവിയായി മാറുക. അവിടെയും എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല പ്രായത്തിൽ ഈ ജ്ഞാനം ഈ അമൃതത്വത്തിലേക്ക് എത്തിയാൽ ചിലപ്പോൾ അസുരന്മാർ അടിച്ചോണ്ടു പോകും, നിങ്ങളെ തന്നെ അടിച്ചോണ്ടു പോകും. പിന്നെ അവരുടെ ചേലയായിട്ട് നിങ്ങൾ മാറും. അപ്പൊ സാക്ഷാത്കാരത്തിന് പ്രതിബന്ധമായിട്ട് മാറും. അങ്ങനെയുള്ളവരെ ഭഗവാന്റെ കൃപ കൊണ്ട് അനുഗ്രഹിക്കൂല. കാരണം ജ്ഞാനം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആ ജ്ഞാനം നശിക്കില്ല. പക്ഷേ അവിടെ സ്ഥാനപുരുഷനാകാനോ ജന്മം നഷ്ടമാകാനോ ഇടവരും. ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തില്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം തുടക്കക്കാർക്കൊക്കെ ചിലപ്പോൾ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം ഇവിടെയൊക്കെ പോയി പെടും. കാരണം ഈ അനുഭവം ഉണ്ടാകാതെ നേരെയാകുന്ന പ്രശ്നമില്ല. ഇത്രയൊക്കെ പഠിച്ചാലും വേണ്ടില്ല, ഇതൊക്കെ ആരെങ്കിലും പറയണ കേട്ടാലും വേണ്ടില്ല. നമ്മൾ ചിലപ്പോൾ പ്രാക്ടിക്കൽ തലത്തിൽ എത്തുമ്പം ഇതൊക്കെ മറക്കും. പിന്നെ മറ്റുള്ളവർ പറയുന്ന വേദവാക്യമായിട്ട് തോന്നും. അങ്ങനെ ആയാൽ എന്താന്ന് തോന്നിയാൽ പോയില്ല കാര്യം. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല. എന്നിട്ട് ന്യായീകരണം, അതിപ്പോൾ അങ്ങനെ ചെയ്തു. ഇപ്പോൾ ഷുഗറുള്ള ആള് പഞ്ചസാര ഇട്ട് ചായ ഒരിക്കൽ കുടിക്കുന്നതോ ഇല്ലേ പായസം കുടിക്കുന്ന പോലെ ഒരു പ്രാവശ്യം കുടിച്ചാലൊന്നും കുഴപ്പമില്ല, നമുക്കിത് കഴിച്ചിട്ട് പോയിട്ട് ഒരു ഗുളിക കഴിക്കാം എന്ന് പറഞ്ഞ പോലെ ആണ്. ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ പോയി പെടണത്. നമ്മൾക്ക് യഥാർത്ഥ ബേസിക് തിയറി എന്താ? നമുക്ക് ആ പായസം കഴിക്കാൻ, മധുരയിട്ട് കഴിക്കാൻ ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നുണ്ട്, വാസനാബലം. അതുകൊണ്ടാണ് അത് കൊടുക്കുമ്പം അറിയാതെ വാങ്ങിക്കഴിക്കും. എന്നിട്ട് അതിനെ ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റേതായ ന്യായീകരണം പറയുന്നേ അത്രേ ഉള്ളൂ. ഈ ന്യായീകരണം ചിലപ്പോൾ തരുന്നയാളും പറഞ്ഞു തരും, ഒരു നേരം കഴിച്ചു എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു ഗുളിക കഴിച്ചാൽ മതി കഴിച്ചിട്ട്, അല്ലേ? അങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ചിലപ്പം അത് ആധ്യാത്മികയിലും ചിലപ്പോൾ പെടും. അതിനെയാണ് ഇവിടെ പാലാഴി കടയുമ്പോൾ ഉള്ള എന്തൊക്കെ നല്ലത് വന്നോ, നല്ലതൊക്കെ ദൈവിക സമ്പത്തും വന്നു, ആസുരീയ സമ്പത്തും വന്നു. ഇത് അവസാനം പലതും വന്നു. അവസാനം ആ ഫൈനൽ കടച്ചിലാണ് അമൃതത്വം ധന്വന്തരിമൂർത്തി വന്നത്. അപ്പം അത് കിട്ടിയപ്പോൾ അസുരന്മാരടിച്ചുകൊണ്ട് പോയി. പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവാന് ഒരു കളി കളിക്കേണ്ടി വന്നു. ഭഗവാന് മറയ്ക്കാനൊന്നും ആർക്കും പറ്റില്ല. പക്ഷേ കുറേ നേരത്തേക്കില്ലേ, കുറേ സമയത്തേക്ക് അതിൻ്റെ മിസ്യൂസിങ് നടന്നു. പിന്നെ പല കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഒരു അവതാരം തന്നെ എടുക്കേണ്ടി വന്നു അതിന് വേണ്ടിയിട്ട്, അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, അസുരന്മാരെയൊക്കെ മായപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങളാണ് കഥാരൂപത്തിലും സങ്കല്പരൂപത്തിലും ഒക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. പക്ഷേ നമ്മൾ കഥയായിട്ട് അത് തള്ളിക്കളയും. നമ്മൾ പിന്നെയും ജൈസത്തെ എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ. ആയുധാനാം അഹം വജ്രം ധേനൂനാ അസ്മി കാമദ പ്രജനസാസ്മി കന്ദർപ്പ സർപ്പാണാം അസ്മി വാസുകി. ആയുധാനാം വജ്രം അഹം, ആയുധങ്ങളിൽ വജ്രായുധം ഞാനാകുന്നു. ധേനുനാം കാമദർക്കസ്മി, പശുക്കളിൽ കാമധേനു ഞാനാകുന്നു. പ്രജന കന്ദർഭാമസ്മി, പ്രജോൽപത്തിക്ക് കാരണമായിരിക്കുന്ന കാമദേവൻ ഞാനാകുന്നു. സർപ്പങ്ങളിൽ വാസുകി ഞാനാകുന്നു. ആയുധങ്ങളിൽ വജ്രായുധം, ലോകത്തെ തന്നെ നശിപ്പിക്കാനുണ്ടാക്കുന്ന വജ്രായുധം ഞാൻ തന്നെയാകുന്നു. പശുക്കളിൽ കാമധേനു, ഭഗവാൻ തന്നെ കാമധേനു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സഖയജ്ഞ പ്രജാസൃഷ്ടു പുരോവാച പ്രജാപതി അനേന പ്രസവിഷത്വം ഏഷവോസ്തിഷ്ഠ കാമദൃക്.
കാമധേനുവിനെ പോലെ സഹയജ്ഞ ഭാവനയോടെ ജീവിക്കുന്നവർക്ക് വേണ്ടുന്നതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുന്നവൻ. അത് തന്നെയാണ് കാമധേനു. അച്ഛിക്കുന്നതൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നവൻ ഭഗവാൻ തന്നെയാകും. പ്രജോൽപത്തിക്ക് കാരണമായിരിക്കും കാമദേവൻ. അപ്പോൾ സന്താനം പ്രജകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ആൺപെൺ ആകർഷണത്വം എന്ന് പറയുന്നതാണ് ഈ കാമദേവൻ്റെ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ പരസ്പര ആകർഷണം ഇല്ലെങ്കിൽ പിന്നെ സന്തതി പരമ്പര ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കുള്ള ആ ആകർഷണത്വം, പ്രജ ഉൽപ്പത്തിക്ക് വേണ്ടിയിട്ടുള്ള ആ ആകർഷണത്വം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഈശ്വരൻ്റെ ശക്തി കൊണ്ടാണ്. അതിനെ ദുർവിനിയോഗം ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നർത്ഥം. ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കാമദേവൻ്റെ അവതാരം, പ്രജാസൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ്, സന്താന ഉൽപ്പത്തിക്ക് വേണ്ടിയിട്ടാണ്. ഇനി സർപ്പങ്ങളിൽ വാസുകിയും ഞാനാകുന്നു. സർപ്പങ്ങൾ എന്ന് പറയുന്നത് വിഷമുള്ളതിനെയാണ് സർപ്പങ്ങൾ എന്ന് പറയുന്നത്. അതിനെയാണ് വാസുകി, സർപ്പങ്ങളിൽ വാസുകി ഞാനാകുന്നു. പിന്നെ നാഗങ്ങൾ എന്ന് പറയുന്ന വിഷമില്ലാത്തതാണ്. അത് ഇന്ദ്രന്റെ മുഖ്യമായ ഒരു ആയുധം അത്ര വജ്രായുധം. വിഷമുള്ള പാമ്പുകളാണ് സർപ്പങ്ങൾ, വിഷമില്ലാത്തവയാണ് നാഗങ്ങളായിട്ട് പറയുന്നത്. അനന്തശാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതൃണാം ആര്യമാശാസ്മി യമ സംയമതാമഹം. നാഗങ്ങളിൽ അനന്തൻ ഞാനാകുന്നു. യാദസാം വരുണ അഹം അസ്മി. ജലജീവികളിൽ അഥവാ ജലദേവതകളിൽ വരുണനും ഞാനാകുന്നു. പിതൃണാം ആര്യമ, പിതൃക്കളിൽ ആര്യമാവും ഞാനാകുന്നു. സംയമതാം യമ, സംയമനം ചെയ്യുന്നവൽ യമൻ. അഹം അസ്മി, നിയമനം ചെയ്യുന്നതിൽ യമനും ഞാനാകുന്നു. നാഗങ്ങളിൽ അനന്തൻ ഭഗവാൻ തന്നെയാണ്. ജലദേവതകളിൽ വരുണൻ, അതായത് ജലദേവത സമുദ്രം ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വരുണനാണ് സമുദ്രത്തിൻ്റെ അധികാരിയായിട്ട് കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആ വരുണനും ഭഗവാൻ തന്നെയാണ്. പിതൃക്കളിൽ ആര്യമാവും, പിതൃലോകത്തിൻ്റെ അധിപൻ ആര്യമാവാണ്, അത് ഭഗവാൻ തന്നെയാണ്. ദണ്ഡനീതി നടത്തുന്നവരിൽ യമനും ഞാനാകുന്നു. യമലോകത്ത് ദണ്ഡനീതി, അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലത്തെ അനുസരിച്ചുകൊണ്ട് ഏതൊക്കെ പാപങ്ങൾക്ക് ഏതൊക്കെ ശിക്ഷയാണ് കൊടുക്കേണ്ടത്, അതാണ് ദണ്ഡനീതി എന്ന് പറയുന്നത്. അത് യമനാണ് അത് വിധിക്കുക. ആ യമൻ ഭഗവാൻ തന്നെയാകുന്നു. വിഷമില്ലാത്ത പാമ്പുകളാണ് നാഗങ്ങൾ. അനന്തൻ നാഗരാജാവാണ് എന്ന സങ്കല്പം. മരണശേഷം സൂക്ഷ്മ ശരീരവർത്തികളായിട്ട് കഴിയുന്ന ജീവന്മാരാണ് പിതൃക്കൾ എന്ന് പറയുന്നത്. ആ പിതൃലോകത്തിൻ്റെ അധിപതിയാണ് ആര്യമാവ്. പിതൃലോകത്തിൻ്റെ അധിപതിയാണ് ആര്യമാവ് എന്ന് പറയുന്നത്. അതാണ് പരലോകത്തിൻ്റെ സർവശ്രേഷ്ഠനായിരിക്കുന്ന അധികാരി ഈ ആര്യമാവാണെന്നർത്ഥം. 7 മണ്ഡലങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സബോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഏറ്റവും ടോപ്പിലിരിക്കുന്നത് ആര്യമാവാണെന്നർത്ഥം. പ്രഹ്ലാദശാസ്മി ദൈത്യാനാം കാല യഥാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനദേശ പക്ഷീണാം. ദൈത്യാനാം പ്രഹ്ലാദ, ദൈത്യന്മാരിൽ അസുരന്മാരിൽ പ്രഹ്ലാദൻ എന്ന ഭക്തനും, കലയതാം കാല ഗണനം ചെയ്യുന്ന ഈ കാലവും, മൃഗാണാം മൃഗേന്ദ്രോ മൃഗങ്ങളിൽ സിംഹവും, പക്ഷികളിൽ വൈനതേയ പക്ഷീണാം വൈനതേയഹം പക്ഷികളിൽ ഗരുഡനും ഞാനാകുന്നു. ദൈത്യന്മാരിൽ പ്രഹ്ലാദനും, ഗണനം ചെയ്യുന്നതിൽ കാലവും, മൃഗങ്ങളിൽ രാജാവും ആകുന്ന സിംഹവും, പക്ഷികളിൽ ഗരുഡനും ഞാകുന്നു. ദൈത്യന്മാരിൽ തിഥിയുടെ വംശക്കാരാണ് അസുരവർഗം. വൈനതേയൻ വിനീതിയുടെ പുത്രൻ ഗരുഡനാണ്. അപ്പോൾ പക്ഷികളുടെ രാജാവായിരിക്കുന്ന ഗരുഡൻ ഭഗവാൻ തന്നെയാണ്. മൃഗങ്ങളിൽ, ഹിംസ്രജന്തുക്കളിൽ വന്യമൃഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അതായത് മൃഗങ്ങളുടെ രാജാവായിട്ട് അവരോധിക്കപ്പെട്ടിരിക്കുന്ന സിംഹമാണ്, അതും ഭഗവാൻ തന്നെയാണ്. ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ഗണിക്കപ്പെട്ടുള്ള അസുരി ജന്മമായിരുന്നു പ്രഹ്ലാദൻ. എന്നാലും
അഗ്രഗണ്യൻ. നാരദനെക്കായാലും മുമ്പിൽ ഭക്തന്മാരുടെ ലിസ്റ്റ് എഴുതുമ്പോൾ പ്രഹ്ലാദനെയാണ് എപ്പോഴും ടോപ്പ് എഴുതുക. രണ്ടാമത്തെ സ്ഥാനത്തെ നാരദരെ എഴുതാറുള്ളൂ. നാരദർ തന്നെയാണ് ഭക്തന്മാരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയത്. അതിലാദ്യം പ്രഹ്ലാദനെ തന്നെ. കാരണം ചെറുപ്രായത്തിൽ ജനിച്ചപ്പോൾ തൊട്ട് ഭഗവാന്റെ ഭക്തനായത്, പ്രത്യക്ഷത്തിൽ അതും ആസുരി കുലത്തിൽ ജനിച്ച ആളാണ്. എന്നിട്ട് അതുകൊണ്ടാണ് ടോപ്പിൽ എഴുതാൻ കാരണം. ഈ ആസുരി സമ്പത്തോടുകൂടി ആസുരി കുലത്തിൽ ജനിച്ചിട്ടും ഇങ്ങനെ ഒരു ജന്മം ഭക്തശ്രേഷ്ഠനായിട്ട് വരാൻ കാരണം 7ാമത്തെ മാസത്തിൽ ആത്മബോധം ഉണ്ടാക്കി കൊടുത്തത് നാരദരാണ്. അത് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ യോഗ്യനായിരിക്കുന്ന ഒരാൾ വേണ്ടേ? ആ യോഗ്യതയ്ക്കാണ് 1ാം സ്ഥാനം. അത് പൂർവജന്മാർജിതമായിട്ടുള്ള യോഗ്യതയാണ് അർത്ഥം. അതുകൊണ്ടാണ് പ്രഹ്ലാദന ടോപ്പിൽ എന്ന് പറഞ്ഞത്. ഇതോടുകൂടി 30ാമത്തെ ശ്ലോകം അവസാനിക്കുന്നു. അതാണ് കാലം ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതിരിക്കുക, വർത്തമാനത്തിലിരിക്കുക. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിനാണ് പ്രാധാന്യം. അല്ലാതെ അപ്പുറത്തെ ഇപ്പുറത്തെയും കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആലോചിച്ചിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു പോയ കാര്യങ്ങളോ വരാൻ പോകുന്ന കാര്യങ്ങളോ ഈ നിമിഷം നിങ്ങൾക്ക് ആലോചിച്ച് കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ നിമിഷം നഷ്ടപ്പെടും. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഈ നിമിഷത്തിന് ആ പ്രാധാന്യം വർത്തമാനത്തിലാണ്. ഈശ്വരൻ വർത്തമാനത്തിൽ നിൽക്കുന്നയാളാണ്. അതുകൊണ്ടാണ് കാലം എന്ന് പറഞ്ഞത്. ആ വർത്തമാനത്തിൽ തന്നെ നമ്മളും വർത്തിക്കണം. ഈ നിമിഷം എന്ത് ചെയ്യുന്നോ അതിലായിരിക്കും ശ്രദ്ധ. അത് പാസ്സായും. അതുകൊണ്ട് ആ കാലത്തെ പൂജിക്കാൻ തുടങ്ങിയാൽ തന്നെ, ആദരിക്കാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ ഒരു നിമിഷം പോലും വേസ്റ്റ് ആകാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഇന്നത്തെ കാര്യം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒരു നിമിഷത്തെ കാര്യം പോലും ചിന്തിച്ച് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. അത് പറഞ്ഞ് സമയം വേസ്റ്റ് ചെയ്യരുത്. ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇനി അടുത്ത നിമിഷത്തെ പറ്റിയോ നാളത്തെ കാര്യമോ ആലോചിച്ച് വെറുതെ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഈ നിമിഷത്തിനാണ് പ്രാധാന്യം. അപ്പം ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞോ, അത് ഈശ്വരൻ നിന്നയാകാനുള്ള കാരണം ഈശ്വരൻ കാലസ്വരൂപനാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരായുസ് മുഴുവൻ ഈ നിമിഷം നിങ്ങളുടേതാണ്. അതില്ല എന്ന് പറഞ്ഞാൽ അത് ഈശ്വര നിന്നയായിട്ട് മാറും. വന്നിച്ചില്ലേലും നിന്ദിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാശങ്കുചക്രം കൗമോദകീം സരച്ചിരങ്കരുണാസമുദ്രം രാധാസഖായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.